അപ്പം ഞാൻ ഇതിലൊരു ഏതെങ്കിലും ഒരു ഫ്ലാഗിൽ ഇങ്ങനെ പോയിന്റ് ചെയ്യും. നിങ്ങൾ ആ രാജ്യത്തിൻ്റെ ഫ്ലാഗിൻ്റെ പേര് ഒന്നും പറയണ്ട, ആ രാജ്യവുമായി ബന്ധപ്പെട്ട ആരുടെങ്കിലും ഒരാളുടെ പേര് പറഞ്ഞാൽ മതി. ആരാണ്? രാജ്യത്തിൻ്റെ പേര് പറയരുത്, ഏത് രാജ്യത്തിൻ്റെ ഫ്ലാഗ് ഒന്നും പറയണ്ട, ആ രാജ്യത്തിൽ ഏതെങ്കിലും ഒരു വ്യക്തിയുടെ പേര് പറഞ്ഞാൽ മതി. ആരാണ്? നെയ്മർ. ഓക്കെ. അടുത്ത് ട്രംപ്, എംബാപ്പെ. ഓക്കെ. ആരാണ്? ഒരു കൊടുത്ത. ഓക്കെ. ആരാണ്? ഛത്തീസ്ഗഡാ? ഓ, ഗാന്ധിജി. ആഹാ, ശരി. പാവം നമ്മുടെ രാജ്യത്തിൻ്റെ രാഷ്ട്രപിതാവിനെ ഉൾപ്പെടെ വെറുതെ വിടുന്നില്ലേ. അപ്പോൾ നമ്മൾ മുന്നോട്ട് പോകുന്നു. LGBTQ+ എന്ന് പറയുന്ന ആ വാക്കിലൂടെ അല്ലെങ്കിൽ ആ ഒരു പദത്തിലൂടെ എന്താണ് അർത്ഥമാക്കുന്നത്, എന്താണ് ഈ പറയുന്ന കാര്യങ്ങളെന്ന് അല്പം ചെറിയ രീതിയിലൊന്ന് വിശദീകരിക്കാനായിട്ട് ശ്രമിക്കുകയാണ്. ഇത് കേട്ടിട്ടില്ലാത്തവരെന്ന് കൈവക്കാമോ? LGBTQ+ എന്ന് കേട്ടിട്ടില്ലാത്തവർ, ഇതുവരെയും കേട്ടിട്ടേ ഇല്ല, ആദ്യമായിട്ടാണ് കേൾക്കുന്നത്. ഒരാളേ ഉള്ളൂ. ഓക്കെ, ബാക്കിയുള്ള എല്ലാവരും കേട്ടിട്ടുണ്ട്. അപ്പോൾ ചോദ്യം അദ്ദേഹത്തെ ഒഴിച്ച് ബാക്കിയുള്ള നിങ്ങളോടെല്ലാം ചോദിക്കും. എന്താണ് ഈ LGBTQ+ എന്ന് പറയുന്നത് എന്ന് ആദ്യം ഒന്ന് വിവരിക്കാനായിട്ട് ശ്രമിക്കാം. വാട്ട് ഈസ് LGBTQ? എന്താണ് ഇതുകൊണ്ട് അർത്ഥമാക്കുന്നത്? സാധാരണ ഏതെങ്കിലും ഒരു സംഘത്തെ അല്ലെങ്കിൽ അവരുടെ ലക്ഷ്യങ്ങളെ സാധാരണ വിവരിക്കുന്ന ഒരു രീതിയുണ്ട്. അപ്പോൾ ഇവിടെ നമുക്ക് LGBTQ+ ഇങ്ങനെ നമുക്ക് വിവരിക്കാനായിട്ട് സാധിക്കും. ഇത് ലോകത്തിലെ എല്ലാ രാജ്യങ്ങളിലുമുള്ള, എന്നാൽ അതിനകത്ത് ഒരു വിഭാഗക്കാർ, ഏത് വിഭാഗക്കാരായിരിക്കും? എല്ലാ രാജ്യങ്ങളിലുമുള്ള ഒരു ആഗ്രഹമുള്ളവരായിരിക്കും. ഏത് ടൈപ്പ് ആഗ്രഹമായിരിക്കും? ലോകത്തിലെ എല്ലാ രാജ്യങ്ങളിലുള്ള പഠിക്കാൻ ആഗ്രഹമുള്ളവർ, പിന്നെ നല്ല നിലയിലെത്തി ജോലി ചെയ്യാൻ ആഗ്രഹമുള്ളവർ, പിന്നെ വേറെ ലോകത്തിലെ സകല രാജ്യങ്ങളിലുമുള്ള ലൈംഗിക വൈകൃതത്തിൻ്റെ ആഗ്രഹമുള്ളവർ. അതായത് ഏതൊക്കെ രാജ്യങ്ങളുണ്ടോ ലോകത്തിൽ ആ എല്ലാ രാജ്യങ്ങളിലും ലൈംഗികമായ വൈകൃതങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു കൂട്ടം ആളുകളുണ്ട്. ഇവരുടെ എല്ലാവരുടെയും കൂടെ ഒരു സംഘത്തെ ഒരുമിച്ച് പറയുന്ന പേരാണ് LGBTQ+ എന്ന് പറയുന്നത്. അപ്പോൾ ലൈംഗിക വൈകൃതം എന്ന് പറയുമ്പോൾ അടുത്ത് ഇനി ലൈംഗികത എന്താണെന്ന് പഠിപ്പിക്കേണ്ടി വരും. അത് ഞാൻ പഠിപ്പിക്കുന്നില്ല, കാരണം അത് 3ാം ക്ലാസ് മുതലേ നിങ്ങൾക്ക് സെക്ഷൽ എഡ്യൂക്കേഷൻ സ്കൂളിൽ കിട്ടിയിട്ടുണ്ട്. ഉണ്ടോ ഇല്ലയോ? കിട്ടിയിട്ടില്ലേ? ഇനിയിപ്പോൾ അതും കൂടെ കേൾക്കണം. അപ്പോൾ ലൈംഗിക വൈകൃതത്തിലേക്ക് ഇഷ്ടപ്പെടുന്ന ഒരു കൂട്ടം ആളുകൾ. അപ്പോൾ എന്താണ് ഈ ലൈംഗിക വൈകൃതങ്ങൾ? ഇത്തരത്തിലുള്ള ആഗ്രഹങ്ങൾ നമ്മുടെ ഇടയിൽ ആർക്കെങ്കിലും ഉണ്ടോ? അല്ലെങ്കിൽ നമ്മുടെ കൂട്ടുകാർക്ക് ഇതുണ്ടോ? ഇത് നമ്മളെ സ്വാധീനിച്ചിട്ടുണ്ടോ? നമ്മുടെ അധ്യാപകർ ചിലപ്പോൾ ഇത് കാണും. അവർ പോലും ഇത് നല്ലതാണ് എന്ന് പറഞ്ഞ് ആളുകളുടെ ഇടയിൽ തെറ്റിദ്ധാരണ ഉണ്ടാക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ മുന്നോട്ട് പോവുകയാണ്. ഇവിടെ എന്താണ് ലൈംഗിക വൈകൃതം എന്ന് പറയുന്നത്? അതായത് ലൈംഗിക ഉത്തേജനം നൽകുക. മനുഷ്യന് ദൈവം ഉപയോഗിക്കുവാൻ നൽകിയിരിക്കുന്ന വികാരങ്ങളിൽ ഒന്നാണ് ഈ ലൈംഗിക ആവശ്യം എന്നുള്ളത്, ആഗ്രഹം എന്നുള്ളത്. അത് ഒരു വ്യക്തിയുടെ വിവാഹ ജീവിതത്തിന് ശേഷം അത് കൃത്യമായ രീതിയിൽ ദൈവം ആഗ്രഹിക്കുന്ന നിലവാരത്തിൽ ഉപയോഗിക്കാനുള്ള എല്ലാ സ്വാതന്ത്ര്യവും ദൈവം കൊടുത്തിട്ടുണ്ട്. ലൈംഗികത എന്ന് പറയുന്ന സംവിധാനം തന്നെ ആദ്യമായിട്ട് മനുഷ്യന്റെ മനസ്സിലേക്ക് വന്നത് സ്വർഗത്തിലെ ദൈവം പറഞ്ഞിട്ടാണ്. ദ ഫസ്റ്റ് കമൻമെന്റ് ഓഫ് ദ ബൈബിൾ എന്ന് പറയുന്നത് എന്തെന്നറിയാമോ? ഹാവ് സെക്സ് എന്നുള്ളതാണ്. അങ്ങനെ ഉണ്ടായിരുന്നല്ലേ? നിങ്ങൾ സന്താനപുഷ്ടിയുള്ളവരായി പെരുകുവിനെന്ന് ആദ്യം പറഞ്ഞത് ദൈവമാണ്. മനുഷ്യന്റെ ഹൃദയത്തിൽ കൊടുത്ത ആദ്യത്തെ ആഗ്രഹം. അപ്പോൾ ദൈവത്തിന്റെ ഡിവൈൻ ഡിസയർ ആയിരുന്നത്. എന്നാൽ ഈ ഡിവൈൻ ഡിസയർ എവിടെയൊക്കെ ദൈവത്തിന്റെ കൽപ്പനകൾ കൊടുത്തിട്ടുണ്ടോ അതിനെല്ലാം വൈകൃതമാക്കുന്ന മാനുഷികമായ രീതിയിൽ പിശാച് മനുഷ്യരെ വഴിതെറ്റിച്ചിട്ടുണ്ടെന്നുള്ളത് യാഥാർത്ഥ്യമാണ്. അപ്പോൾ നമ്മളിവിടെ മനസ്സിലാക്കുന്ന കാര്യം ഇതാണ്: ലൈംഗിക ഉത്തേജനം നേടുന്നതിന് അനുവദനീയമല്ലാത്ത മാർഗങ്ങൾ. അപ്പോൾ അനുവദനീയമായ ഒരു മാർഗമുണ്ട്,
അനുവദനീയമല്ലാത്ത മാർഗമായി ഒരു സമൂഹമോ അല്ലെങ്കിൽ ഒരു സംസ്കാരമോ അല്ലെങ്കിൽ ഒരു നിയമമോ വചനമോ കണക്കാക്കുന്ന ഏതെങ്കിലും ലൈംഗിക വൈകൃതങ്ങളെയാണ്, സമ്പ്രദായത്തെയാണ് ലൈംഗിക വൈകൃതങ്ങൾ എന്ന് പറയുന്നത്. നമ്മുടെ സമൂഹത്തിൽ ലൈംഗികമായ ആവശ്യങ്ങൾ നിർവഹിക്കാൻ സ്വർഗത്തിലെ ദൈവം തന്നിരിക്കുന്ന സംവിധാനം നമ്മുടെ സമൂഹത്തിൽ അത് വർഷങ്ങളായിട്ട്, അതായത് മനുഷ്യൻ ഉണ്ടായ കാലം മുതൽക്ക് തന്നെ ആദ്യമായിട്ട് ഇതിനെ ദൈവം അനുവദിച്ചു. എങ്ങനെ? ഒരു പുരുഷൻ ഒരു സ്ത്രീ, ഇവർ രണ്ടുപേർക്കും ദൈവം അനുവദിക്കുന്ന ആ നിലവാരത്തിൽ ഇത് ആസ്വദിക്കാനുള്ള പ്രത്യേകമായ സ്വാതന്ത്ര്യമുണ്ട്. അപ്പോൾ ദൈവം നൽകിയതും സമൂഹം അനുവദിക്കുന്നതുമായ ആ കാര്യത്തെ വൈകൃത രൂപത്തിൽ കാണുന്നതിനെയാണ് ലൈംഗിക വൈകൃതങ്ങൾ എന്ന് പറയുന്നത്. അത്രയും പറഞ്ഞ് അടുത്ത ഇതിലോട്ട് മുന്നോട്ട് പോവുകയാണ്. അപ്പോൾ എന്താണ് ഈ ലൈംഗിക വൈകൃതം എന്ന് പറയുന്നത്? ലൈംഗിക വൈകൃതം എന്നുള്ളതൊരു പഴയ പദമാണ്. പണ്ട് അതായിരുന്നു ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. അപ്പോഴത്തേക്കും ഇതിനോട് ആകർഷണമുള്ള പാർട്ടികളെല്ലാം കൂടെ ഇത് വൈകൃതമൊന്നുമല്ല, ഇങ്ങനെയൊന്നും പറയരുത്, ഞങ്ങൾ പാവങ്ങളാണ് എന്നൊക്കെ പറഞ്ഞ് കോടതിയിൽ പോയി. അപ്പോൾ പിന്നെ ഈ പദം ഇനി അങ്ങനെ ഉപയോഗിക്കാൻ പാടില്ല എന്നുള്ള രീതിയിൽ അടുത്ത പദത്തിലോട്ട് വന്നു. ലൈംഗിക വ്യതിയാനം എന്ന പദം ഉപയോഗിക്കാനായിട്ട് തുടങ്ങി. അപ്പോൾ വ്യതിയാനം എന്ന് പറഞ്ഞാൽ അല്പം കൂടെ ഇത് വലിയ പാപമൊന്നുമല്ല, ഇത് വലിയ തെറ്റൊന്നുമല്ല, ഇത് ഞങ്ങളിങ്ങനെ ചിന്തിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ എന്നുള്ള രീതിയിൽ ഇവർ വരാനായിട്ട് തുടങ്ങി. അപ്പോൾ അതിൻ്റെ അല്പം കൂടെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു കാര്യത്തിലോട്ട് പോകുകയാണ്. രണ്ട് പ്രധാന പദങ്ങൾ, രണ്ട് വാക്കുകൾ നമ്മൾ മനസ്സിലാക്കിയാലേ ഈ LGBTQ എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റത്തുള്ളൂ. അതായത് രണ്ട് വാക്കുകൾ ഒന്ന് ഡിഫൈൻ ചെയ്യാനായിട്ട് ശ്രമിക്കുകയാണ്. ദർ ഇസ് എ 2 words ദാറ്റ് ആ വാക്കുകൾ വെച്ചാണ് ഈ LGBTQ എന്താണെന്ന് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. അതിനു മുൻപായിട്ട് പണ്ടൊരിക്കൽ ഒരു കൊച്ചു പയ്യനെയും കൊണ്ട് അമ്മ, പണ്ട് വർഷങ്ങൾക്ക് മുമ്പ്, അതൊക്കെ നിങ്ങളൊക്കെ ജനിക്കുന്നതിന് മുമ്പുള്ള കാര്യമായി പറയുന്നത്, അന്ന് ബാങ്കുകളൊന്നുമില്ല. അപ്പോൾ ആകെ ഈ പണമൊക്കെ നിക്ഷേപിക്കാനുള്ള ഒരു സംവിധാനം അന്ന് പണ്ടേ ഉണ്ടായിരുന്നു. എവിടെയെന്നറിയാമോ? പോസ്റ്റ് ഓഫീസിൽ. അപ്പോൾ ഒരു അമ്മച്ചി ഒരു മകനെയും കൊണ്ട് പോസ്റ്റ് ഓഫീസിൽ പോയി. പോസ്റ്റ് ഓഫീസിൽ പോയപ്പോഴത്തേക്കും അവിടുത്തെ അമ്മച്ചിക്ക് ഈ പോസ്റ്റ് ഓഫീസിൽ പോയി ഈ പയ്യൻ്റെ ആപ്ലിക്കേഷൻ ഒന്ന് പൂരിപ്പിക്കാൻ വലിയ പിടുത്തമൊന്നുമില്ല. അപ്പോൾ വഴിയെ വന്ന ഒരു ചേട്ടനോട് പറഞ്ഞു, ചേട്ടാ മോനെ ഈ ഇതൊന്ന് പൂരിപ്പിച്ചതാ, എൻ്റെ കൊച്ചു മോനാണ്. അപ്പോൾ ആപ്ലിക്കേഷൻ പൂരിപ്പിക്കുമ്പോൾ ആദ്യം എന്തായിരിക്കും ചോദ്യം? പേര്. അപ്പോൾ പേര് ചോദിച്ചു. അമ്മച്ചി മോൻ്റെ പേര്, പേരെഴുതി. പേര് കഴിഞ്ഞിട്ട് അടുത്ത വയസ്സും എഴുതി, 13 വയസ്സ്. അടുത്ത മൂന്നാമത് ജെൻഡറൊന്നുമല്ല, ഡേറ്റ് ഓഫ് ബർത്ത് അതും എഴുതി. അടുത്ത അഡ്രസ്സിന് മുമ്പ് സെക്സ്. അപ്പോൾ ഇദ്ദേഹം അമ്മച്ചിയുടെ അടുത്ത് ചോദിച്ചു, അമ്മച്ചി മോൻ സെക്സിൻ്റെ കാര്യത്തിൽ എന്താണ്? അയ്യോടാ മോനെ, അവൻ അങ്ങനെയൊന്നുമില്ല, അവൻ പാവമാണ്, അവൻ സെക്സുമായിട്ട് യാതൊരു ബന്ധമില്ല എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഈ അമ്മച്ചിക്ക് സെക്സ് എന്ന് കേട്ടപ്പോൾ വേറെന്തോ മോശം സാധനം പോലെ തോന്നി. ഈ നമ്മുടെ മലയാളികൾക്കുള്ള ഒരു കുഴപ്പം ഇതാണ്, ഈ സെക്സ് എന്ന് പറഞ്ഞാൽ എന്തോ ഒരു വലിയ വൃത്തികെട്ട സാധനമാണ്, ഇച്ചിച്ചി കാര്യമെന്നൊക്കെയാണ് പലരുടെയും ചിന്ത എന്നുള്ളത്. എന്നാൽ ഇതെല്ലാം ഒരു 6-7 വയസ്സ് മുതൽ തന്നെ മിക്കവാറും കുട്ടികളുടെ മനസ്സിൽ ഇങ്ങനെ എന്താണിത് എന്നുള്ള ചിന്ത വരാനുള്ള സാധ്യതയോട്ട് വന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് സെക്ഷൽ എഡ്യൂക്കേഷൻ എന്നുള്ള സംവിധാനം തന്നെ നമ്മുടെ വിദ്യാഭ്യാസ മേഖലയിൽ കൃത്യമായി അത് പറഞ്ഞു കൊടുക്കുന്നത്. എന്നാൽ നമ്മുടെ ഇടയിൽ പോലും നമുക്ക് പോലും ഇത്തരം കാര്യങ്ങൾ കേൾക്കുമ്പോൾ എന്തോ ഒരു വല്ലാത്ത ഇതുപോലെ തോന്നും. പക്ഷെ അങ്ങനെ ചിന്തിക്കേണ്ട കാര്യമില്ല, ദൈവം നൽകിയ ഒരു സംവിധാനം തന്നെയാണിത്. അപ്പോൾ ഞാൻ മുന്നോട്ട് പോവുകയാണ്. ഈ രണ്ട് പദങ്ങൾ, ആ പദങ്ങൾ എന്താണെന്ന് വിശദമാക്കാം. അത് പറയുമ്പോൾ ഇതിനകത്തുള്ള ഊര കൊടുക്കുന്നില്ല, ഇവരെങ്ങനെയാണ് ഈ വിഷം നമ്മുടെ ഉള്ളിലോട്ട് കയറ്റുന്നത് എന്ന് പറയാനായിട്ട് പോവുകയാണ്. ഒന്നാമത്തെ വാക്കെന്നുള്ള സെക്സ് എന്നുള്ളതാണ്. സെക്സ് എന്നുള്ള വാക്കാണ്. സെക്സ് എന്നുള്ള വാക്കെന്ന് പറഞ്ഞാൽ ലിംഗം, അതായത് ആണോ പെണ്ണോ എന്നോ അല്ലെങ്കിൽ രണ്ടും കൂടിയതോ എന്നുള്ള ആ ഒരു അർത്ഥത്തിൽ ജീവശാസ്ത്രപരമായി നിർണയിക്കപ്പെട്ട അവസ്ഥയാണ് സെക്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഒന്നുകൂടെ പറയാം, ഒരു വ്യക്തി ജനിക്കുമ്പോൾ ഇത് ആണാണോ ഇത് പെണ്ണാണോ അല്ലെങ്കിൽ ആ രീതിയിൽ ഉള്ള ഒരു സംവിധാനം അല്ലെങ്കിൽ ഒരു രീതി അല്ലെങ്കിൽ ആ രീതിയിൽ അവരുടെ ശരീരശാസ്ത്രപരമായി നിർണയിക്കപ്പെടുന്ന സംവിധാനത്തെയാണ് സെക്സ് എന്നുള്ള വാക്കുകൊണ്ട് ഉപയോഗിക്കുന്നത്. അപ്പം നമ്മളെല്ലാവരും ഒന്നുകിൽ ആൺകുട്ടി അല്ലെങ്കിൽ പെൺകുട്ടി എന്ന് നമുക്ക് കൃത്യമായിട്ട് നമുക്കെല്ലാവർക്കും അറിയാം. അപ്പോൾ കൗമാരപ്രായം എത്തുമ്പോഴാണ് പൊതുവെ ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും അവരുടെ ഹോർമോണുകളുടെ ഡെവലപ്മെൻറ്റ് കൊണ്ട് കൂടുതൽ പ്രകടമായിട്ട് കാണുന്നത്. എന്നാൽ ഒരു കുഞ്ഞ് ജനിക്കുമ്പോൾ തന്നെ കൃത്യമായിട്ട് ആ കുഞ്ഞ് ആണാണോ പെണ്ണാണോ, നമ്മൾ ഇനി അടുത്ത് കുറച്ചുകൂടെ കഴിയുമ്പോൾ അതിൻ്റെ അല്പം കൂടെ ഡീറ്റെയിൽ ആയിട്ട് പോകുന്നുണ്ട്. അപ്പോൾ പുറമേ കാണുന്നത് പോലെ അല്ലെങ്കിൽ പുറമേ കാണുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ ശരീരശാസ്ത്രപരമായിട്ട് കൃത്യമായിട്ട് മനസ്സിലാകും ഇതാണാണോ പെണ്ണാണോ എന്ന്. ഒരു സംശയമില്ല. ഇവിടെ ഇതിൽ ആരാണ് ആണ് ആരാണ് പെണ്ണ്?
ഇതാരാണ്? ഇതാരാണ്? അപ്പൊ ഇവൻ ഇരുന്നിട്ട് പറയാണ് എനിക്ക് നിന്നെ പോലെ ആവണം. എടാ, കോഴിക്ക് പോലും ആഗ്രഹമില്ല. അപ്പോൾ ദൈവത്തിന്റെ സൃഷ്ടിയിൽ ഗോഡ് ഹാസ് എ പ്ലാൻ. നമ്മുടെ ശരീരത്തെ ഏത് രീതിയിൽ വിഭാവന ചെയ്യണമെന്ന് സ്വർഗത്തിലെ ദൈവം തന്റെ സർവജ്ഞാനം കൊണ്ട് പ്ലാൻ ചെയ്ത് കഴിഞ്ഞു. ആ പ്ലാൻ അനുസരിച്ചാണ് നമ്മളെല്ലാം ആയിരിക്കുന്നത്. അതുകൊണ്ട് ഒരു കാര്യം എക്സ്ട്രാ ആയിട്ട് എടുത്തു പറയുകയാണ്. ഉലക സ്ഥാപനത്തിന് മുൻപേ തന്നെ സ്വർഗത്തിലെ ദൈവം നമ്മളെ അറിഞ്ഞിട്ട് നമ്മൾ ഏത് കുടുംബത്തിൽ ആരുടെ മകനായി എപ്പോൾ ജനിക്കണമെന്ന് ദൈവം തീരുമാനിച്ചു കഴിഞ്ഞു. പക്ഷേ പലപ്പോഴും നമ്മൾ ഈ ലോകത്തിൻ്റെ സംവിധാനം വെച്ച് അറിഞ്ഞോ അറിയാതെയോ നമ്മൾ പലരും ചിന്തിച്ചിട്ടുള്ള ഒരു കാര്യമുണ്ട്. ഇനി മേലിൽ ചിന്തിക്കരുത്. ഇതുവരെ ചിന്തിച്ചിട്ടുള്ളത് ദൈവം ക്ഷമിച്ചു തരും. എന്താണെന്നറിയാമോ? പ്രത്യേകിച്ച് പെൺകുട്ടികൾ. ആണായിട്ട് ജനിച്ചെങ്കിൽ കൊള്ളാമായിരുന്നു. ചിന്തിച്ചിട്ടുണ്ടോ? ഇല്ലയോ? ഇല്ല, ഉണ്ടായി കള്ളം പറയാം എത്ര വട്ടം. അപ്പം നമ്മൾ അങ്ങോട്ട് ചോദിക്കണം, എന്തുകൊണ്ട് നിങ്ങൾ അങ്ങനെ ചിന്തിച്ചു? അത് പിന്നെ ആണുങ്ങൾക്കാണെങ്കിൽ എപ്പോൾ വേണമെങ്കിലും വീട്ടിൽ വരാം, എപ്പോൾ വേണമെങ്കിലും വീട്ടിൽ നിന്ന് ഇറങ്ങി പോവാം. അവർക്ക് ബസ്സിൽ കയറി കഴിഞ്ഞ് ഇങ്ങനെ പിടിച്ച് തൂങ്ങി നിൽക്കാം, ഞങ്ങൾക്ക് തൂങ്ങാൻ പറ്റത്തില്ല. അവർക്ക് ബുള്ളറ്റിൽ അടിച്ച് മിന്നി പോവാം, ഞങ്ങൾക്ക് മിന്നാൻ പറ്റത്തില്ല. അവർക്ക് ജീൻസ് പാൻറ്റ് വിട്ട് എവിടെ വേണമെങ്കിലും വിശക്കുന്ന ഉടനെ തന്നെ ചായക്കട കയറി ചായയും കുടിച്ച് പൊറോട്ടയും ചിക്കനും കഴിക്കാം, നമുക്കത് പറ്റുന്നില്ല. ഞങ്ങൾക്ക് അവരെ പോലെ ഒരു സ്വാതന്ത്ര്യമില്ല. ഞങ്ങൾ വൈകുന്നേരം 5 മണിക്ക് ശേഷം എങ്ങാനും വീട്ടിലോട്ട് കയറി വന്നാൽ എവിടെ പോയി കറങ്ങിയിട്ട് വന്നെന്ന് പറഞ്ഞാൽ ആകെ കൂടെ പ്രശ്നം. ഞങ്ങൾക്ക് അവരെ പോലെ ആയിരുന്നെങ്കിൽ നന്നായിരുന്നു. ചിന്തിച്ചിട്ടില്ലേ? പെണ്ണായിട്ട് ജനിച്ചിരുന്നെങ്കിൽ നമ്മൾ ചിന്തിച്ചിട്ടില്ലേ? ഇല്ല. ഉടനെ ഉത്തരം പറഞ്ഞപ്പോഴേ മനസ്സിലായി. പക്ഷെ നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കണം, ഈ ആമ്പിള്ളേരുടെ കഷ്ടപ്പാടെന്താണെന്ന് നമുക്ക് അറിഞ്ഞുകൂടാത്തതുകൊണ്ടാണ്. വഴിയെ പോകുമ്പോൾ തന്നെ പോലീസ് വണ്ടി പതുക്കെ ചവിട്ടി നിർത്തിയിട്ട് കള്ളനെ നോക്കും പോലെ നോക്കും. നമ്മളൊക്കെ അനുഭവിച്ചിട്ടുള്ളതല്ലേ? അവരനുഭവിക്കുന്ന കഷ്ടപ്പാടെന്താണെന്ന് മനസ്സിലാക്കണം. എവിടെയെങ്കിലും ബസ്സിൽ കയറി കഴിഞ്ഞാലും ചിലപ്പോൾ ചേച്ചിമാരോ അനിയത്തിമാരോ ഇങ്ങനെ ഒരു നോട്ടം നോക്കും. ഉടനെ ഇരിക്കുന്നിടത്ത് നമ്മൾ പരോപകാരി എഴുന്നേറ്റ് കമ്പിയും പിടിച്ച് നിൽക്കും. പാവങ്ങൾ നിൽക്കേണ്ടി വരും. എവിടെയെങ്കിലും ഒരു ക്യൂ നിന്നാലും ആണുങ്ങൾ മാറുന്നില്ല, ആദ്യം പെണ്ണുങ്ങൾ. അങ്ങനെ പാവങ്ങൾ കഷ്ടപ്പെടാറുണ്ട്. അപ്പോഴൊക്കെ എപ്പോഴെങ്കിലും ഒരിക്കലെങ്കിലും ചിന്തിച്ചിട്ടുണ്ട്, ഞാനും ഒരു ഇനി അങ്ങനെ ചിന്തിക്കരുത്. ഞാൻ പറഞ്ഞു വരുന്നത് ശ്രദ്ധിച്ച് കേട്ടോണം. സ്വർഗത്തിലെ ദൈവം തൻ്റെ സർവജ്ഞാനം ഉപയോഗിച്ച് ഡിസൈൻ ചെയ്തതാണ് കേരളത്തിൽ അല്ലെങ്കിൽ ഇന്ത്യയിൽ ഏത് ജില്ലയിൽ ഏത് പഞ്ചായത്തിൽ ആരുടെ മകനായി മകളായി എപ്പോൾ നമ്മൾ എങ്ങനെ ജനിക്കണമെന്ന് ദൈവം ഡിസൈൻ ചെയ്ത കാര്യത്തിന് നമ്മൾ പിന്നെ ഒരിക്കൽ പോലും ദൈവമേ അങ്ങയുടെ ഡിസൈനിങ്ങിന് ചെറിയൊരു പ്രശ്നമുണ്ട്, അങ്ങയുടെ സർവജ്ഞാനത്തിന് ഒരു പ്രശ്നമുണ്ട്, ഞാൻ ആണായി ജനിച്ചെങ്കിൽ കൊള്ളാമായിരുന്നു എന്ന് ഒരിക്കൽ പോലും പറയരുത്. ഗോഡ് ഹാസ് എ പ്ലാൻ അബൌട്ട് യുവർ ലൈഫ്. ആണോ അല്ലയോ? സമൂഹത്തിൻ്റെ രീതികൾ കണ്ടിട്ട് ചിലപ്പോൾ നമുക്ക് തോന്നും ആൺപിള്ളേരെ പോലെ. വേണ്ട, പെൺകുട്ടികളായി ജനിച്ചതിൽ അഭിമാനിക്കണം, ആൺകുട്ടികളായി ജനിച്ചതിൽ അഭിമാനിക്കണം. നിങ്ങൾ ആരാണോ അതിൽ നിങ്ങൾ അഭിമാനിക്കണം. ആദ്യമേ തന്നെ എല്ലാ ദിവസവും കണ്ണാടിയുടെ മുമ്പിൽ പോയി നിന്നിട്ട് ധൈര്യത്തോടെ പറയണം, സ്വർഗത്തിലെ ദൈവമേ എന്നെ ആൺകുട്ടിയായി ജനിപ്പിച്ചതിൽ, എന്നെ പെൺകുട്ടിയായി ജനിപ്പിച്ചതിൽ ഞാൻ അഭിമാനിക്കുന്നു. ദൈവം അങ്ങേക്ക് നന്ദി പറയുന്നു. എന്തെല്ലാം കാര്യങ്ങൾ നമുക്ക് സമൂഹത്തിൽ ചെയ്യാനുണ്ട്, ഉണ്ടോ ഇല്ലയോ? നമ്മളിപ്പോഴും വേർപാടും പറഞ്ഞിരിക്കുകയാണ്, ഒന്നിനും ഇടപെടത്തില്ല. നമുക്ക് സമൂഹത്തിൽ എന്തെല്ലാം ചെയ്യാനുണ്ട്? അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത്, നമ്മുടെ സൃഷ്ടിയിൽ തന്നെ സ്വർഗത്തിലെ ദൈവം ആ രീതിയിൽ നമ്മളെ മെടഞ്ഞു കഴിഞ്ഞു എന്നുള്ളതാണ്. ഇവിടെ രണ്ടുപേരും ഇരിക്കുകയാണ്. ആരൊക്കെയാണ് ഇതിലാണ്? ആരാണ്? പെണ്ണാരാണ്? ഇതാരാണ്? ഇതോ? നിങ്ങൾക്ക് എങ്ങനെ മനസ്സിലായതാണെന്ന് എവിടെയെങ്കിലും എഴുതി വെച്ചിട്ടുണ്ടോ? അതിനെ ദൈവം സൃഷ്ടിച്ചപ്പോൾ തന്നെ ആ സൃഷ്ടിയിൽ പുറമെ കാണത്തക്ക രീതിയിൽ ഡിസൈൻ ചെയ്തു വച്ചിട്ടുണ്ട്. അതാണ് സെക്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഉടനെ തന്നെ സിംഹം സിംഹിണിയോട് പറയാണ്, സിംഹിണിയോട് എനിക്ക് മാത്രം മുടിയൊന്നുമില്ല, ഒരു രസമില്ല, നിങ്ങളൊക്കെ ആണെങ്കിൽ അടിച്ച് നല്ലൊരു രസമാണെന്ന് പറഞ്ഞു. ദൈവം അവരങ്ങനെയാണ് സൃഷ്ടിച്ചത്. ഒരിക്കൽ പോലും ഒരു സിംഹം മറ്റേ സിംഹിണിയോട് പോയി പരാതി പറഞ്ഞിട്ടില്ല. പരാതി പറഞ്ഞിട്ടുണ്ടോ? നമ്മളിപ്പോഴും പരാതി പറഞ്ഞുകൊണ്ട് കിടക്കുകയാണ്. അവർക്ക് പോലും അങ്ങോട്ടും ഇങ്ങോട്ടും മാറണമെന്ന് താല്പര്യമില്ല. പക്ഷേ ബുദ്ധിയും വിവേകമൊക്കെ ഉണ്ടെന്ന് പറയുന്ന അഭിമാനിക്കുന്ന നമ്മൾ ഇപ്പോൾ ഇരുന്ന് ചിന്തിക്കണം, അങ്ങോട്ട് ചാടണോ ഇങ്ങോട്ട് ചാടണോ, ഇവിടെ ചാടി അവിടെ പോകാൻ പറ്റത്തില്ല, അവിടെ ചാടി ഇവിടെ പോകാൻ പറ്റത്തില്ല, എന്ത് ചെയ്യണം, ഒരു പിടുത്തമില്ല, ഇതിനേക്കാളും ദൈവം എന്നെ സൃഷ്ടിക്കേണ്ടായിരുന്നു എന്ന് പറഞ്ഞ് നമ്മളിപ്പോഴും പരാതി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാൻ തിരിച്ച് മടങ്ങി വരികയാണ്. എന്താണ് സെക്സ് എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. നമ്മുടെ ജന്മനാ സ്വർഗത്തിലെ ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന
ആ ലിംഗഭേദം, അതായത് സെക്സ് എന്നുള്ള ആ ആശയത്തിൽ നമുക്ക് പറയാനായിട്ട് സാധിക്കും. സെക്സ് എന്ന് പറഞ്ഞാൽ അടുത്ത് വേറൊരു വാക്ക് കൂടെ ഉണ്ട്, ജെൻഡർ എന്നുള്ള വാക്കാണ്. അപ്പോൾ ഈ സെക്സും ജെൻഡറും രണ്ടാണ്. അത് മനസ്സിലാക്കിയാൽ വളരെ ഈസിയാണ് ഈ LGBTQ എന്താണെന്ന് മനസ്സിലാക്കാൻ. ജെൻഡർ എന്താണെന്ന് പറയാൻ പോവുകയാണ്. ജെൻഡർ എന്ന് പറഞ്ഞാൽ ലിംഗഭേദം, അതായത് സാമൂഹ്യ ശാസ്ത്രപരമായി നിർണയിച്ചിരിക്കുന്ന ചില ആളുകളുടെ, പുരുഷനാണെങ്കിൽ പുരുഷന്റെ സമൂഹത്തിലെ പങ്ക്, സ്ത്രീകളാണെങ്കിൽ സ്ത്രീകളുടെ സമൂഹത്തിലെ പങ്ക്. അപ്പോൾ കാഴ്ചയിൽ തന്നെ നിങ്ങൾക്ക്, അതായത് നമുക്ക് ഓരോരുത്തർക്കും ദൈവം നൽകിയിരിക്കുന്ന സമൂഹത്തിൽ ചില രീതികളുണ്ട്, ചില പങ്കുകളുണ്ട്, ചില വ്യവസ്ഥകളുണ്ട്. അത്തരം വ്യവസ്ഥകൾ വെച്ച് കൃത്യമായിട്ട് അതും കൂടെ ഇതിനകത്തുണ്ട്, ആ ജെൻഡർ. പക്ഷെ അവിടെയാണ് പിശാച് കയറി കളിച്ചിരിക്കുന്നത്. പിശാച് പറയുന്നത് ജെൻഡർ ഡിഫറൻസ് പാടില്ല, ഇതാണെന്ന് പറഞ്ഞിട്ട്. ചിലപ്പോൾ നമുക്കും തോന്നും ജെൻഡർ ഡിഫറൻസ് പാടില്ല എന്ന്. പക്ഷേ അതിൻ്റെ യാഥാർത്ഥ്യത്തിലോട്ട് ഞാൻ വരികയാണ്. ദൈവം ഇങ്ങനെ വച്ചത് ഈ സമൂഹം ഏറ്റവും സ്മൂത്തായിട്ട് പോകണമെങ്കിൽ ഇതുണ്ടെങ്കിലേ പറ്റത്തുള്ളൂ. നമ്മുടെ വീട്ടിൽ പപ്പയും മമ്മിയും ജെൻഡർ ഡിഫറൻസ് പാടില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉടനെ പപ്പ വീട്ടിലോട്ട് വരുമ്പോൾ മമ്മി എന്തോ പപ്പയെ മമ്മി എന്തോ വിളിക്കുന്നത്? ഉള്ളതേ പറയാവൂ. ഉള്ളത് പറഞ്ഞാൽ ക്ലാസ്സും മുന്നോട്ട് പോകത്തില്ല. എന്താ വിളിക്കുന്നത്? ചേട്ടാ അല്ലേ? അല്ലാതെ ഏതെങ്കിലും മമ്മിമാർ എടാ നിനക്ക് ചായ വേണോ കാപ്പി വേണോ? ജെൻഡർ ഡിഫറൻസ് ഈക്വൽ. എടാ നീ പോയി കുളിച്ചിട്ടോ, നിനക്ക് ചൂട് ചായ എടുത്ത് വെച്ചിരിക്കാം എന്ന് ഏതെങ്കിലും മമ്മിമാർ പറയുമോ? അപ്പോൾ അവിടെ ഒരു രീതിയുണ്ട്, സമൂഹം നൽകിയിരിക്കുന്ന ഒരു സംവിധാനമുണ്ട്. ഒരു ഭാര്യ എങ്ങനെയായിരിക്കണം, സമൂഹം നൽകിയിരിക്കുന്ന ഒരു സംവിധാനമുണ്ട്. അപ്പോൾ ഇവിടെ ഞാൻ മുന്നോട്ട് പോവുകയാണ്. അപ്പോൾ ലിംഗഭേദം, അതായത് സെക്സും ജെൻഡറും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്നുള്ളത് അല്പം കൂടെ വ്യക്തമാക്കുകയാണ്. ഉൽപ്പത്തി പുസ്തകം 3:17, ജെനസിസ് ചാപ്റ്റർ 3:17. ഉൽപ്പത്തി പുസ്തകം 3:17. നല്ല ഉച്ചത്തിൽ ആണുങ്ങൾ ആരെങ്കിലും ഒന്ന് വായിച്ചോ. ഇന്ന് രാവിലെ ബൈബിൾ വായിച്ചവർ ആരെങ്കിലും? ഒരു മുട്ടായി കൂടെ അദ്ദേഹത്തിന്, ഒരൊറ്റ മുട്ടായി മാത്രമേ കൊടുക്കാവൂ. ഇനിയിപ്പോൾ ചറവറാന്ന് മുട്ടായി വരും. വെരി ഗുഡ്, മതി. അപ്പോൾ അവിടെ പറഞ്ഞിരിക്കുന്ന ശ്രദ്ധിച്ചോ, പുരുഷനോട് ദൈവം പറയുകയാണ് നീ ഒരു പുരുഷനാണ്, പ്ലസ് അതിൻ്റെ കൂടെ നീ വേണം എന്ത് ചെയ്യാൻ? പറഞ്ഞോ, നിനക്ക് തന്നിരിക്കുന്ന ഒരു റോളാണ് ഭാര്യയെ പോറ്റി പുലർത്തുക. നിനക്ക് തന്നിരിക്കുന്ന ജോലിയാണ് വിയർപ്പ് കൊണ്ട് അധ്വാനിക്കുക. അപ്പോഴത്തേക്കും സ്ത്രീയുടെ അടുക്കലേക്ക് പോയി പുള്ളിക്കാരിയുടെ പറഞ്ഞു, നീ മക്കളെ പ്രസവിച്ച്? ഉടനെ ആദം പറയുകയാണ്, അത് വേണ്ട, അത് മാറ്റിത്താ, ഞാൻ മക്കളെ പ്രസവിച്ചോളാം, അവൾ ജോലിക്ക് പോട്ടോ. സർവജ്ഞാനിയായ ദൈവത്തിന് അറിയത്തില്ലേ ആരെന്ത് റോള് ചെയ്യണമെന്ന്? അവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ദൈവത്തിൻ്റെ സർവജ്ഞാനിത്വത്തിൻ്റെ അധികാരത്തിൻ്റെ മുൻപിൽ നമ്മളെ തന്നെ കീഴ്പ്പെടുത്തിയിട്ട് നമ്മൾ ആണുങ്ങൾ എന്തൊക്കെ റോള് ചെയ്യണം, പെണ്ണുങ്ങൾ എന്തൊക്കെ റോള് ചെയ്യണം, സമൂഹം നൽകിയിരിക്കുന്ന രീതികൾ എന്തൊക്കെയാണ്, ഇതൊക്കെയാണ് ജെൻഡറുമായി ബന്ധപ്പെട്ട രീതിയിൽ നമ്മൾ സാധാരണ പറയുന്നത്. അപ്പോൾ സെക്സ് വേറെ, ജെൻഡർ വേറെ, ഇത് രണ്ടും നമ്മളെപ്പോഴും മനസ്സിലാക്കിയിരിക്കണം. മറ്റൊരു വാക്യത്തിലോട്ട് പോവുകയാണ്. എഫെസ്യ ലേഖനം 5-ാമത്തെ അധ്യായത്തിന്റെ 21 മുതലുള്ള വാക്യങ്ങൾ. എഫിഷ്യൻസ് ചാപ്റ്റർ 5:21. ആരെങ്കിലും ഒരാൾ വായിച്ചോ. ഭാര്യമാരോട് പറയാണ്. ഒരു മുട്ടായി കൂടെ കൊടുത്തു അദ്ദേഹത്തിന്. ഇന്ന് മുട്ടായി തിന്ന് ഊപ്പാട് വരും. വേറെ ആർക്കെങ്കിലും മുട്ടായി വേണമെങ്കിൽ അടുത്ത വാക്യം പറയുമ്പോൾ ചാടി എടുത്തോളണം. അപ്പോൾ ഭാര്യമാരാകാൻ പോകുന്നവരെന്ന് പറ. ഭാര്യമാര് ഭർത്താവിന് ഇത് നേരെ തിരിച്ചായിരുന്നെങ്കിലോ? അമ്മാമ്മ ജോലി സ്ഥലത്ത് നിന്ന് വന്ന ഉടനെ തന്നെ അച്ചായൻ ചാടി എഴുന്നേറ്റ്, എപ്പോൾ വന്നു? ചായ തരട്ടെ, ക്ഷീണമാണല്ലോ. അത് കേട്ടപ്പോഴേ നിങ്ങൾക്കറിയാം, ഒരു കോമഡി പോലെ തോന്നി. അത് ലൈവിലോട്ട് വന്ന് എന്തോ ആയിരിക്കും. അപ്പോൾ ദൈവത്തിനറിയാം ഒരാളുടെ സ്ട്രക്ചർ അനുസരിച്ച്, ഒരാളുടെ രീതി അനുസരിച്ച്, അയാൾക്ക് ദൈവം കൊടുത്തിരിക്കുന്ന ആ പേഴ്സണാലിറ്റിയുടെ രീതി അനുസരിച്ച് ആർക്കാണ് പുരുഷന്റെ പൗരുഷം എന്ന് പറയുന്ന സാധനം, സ്ത്രീത്വം എന്ന് പറയുന്ന സാധനം, ഇതൊക്കെ ജെൻഡറുമായി ബന്ധപ്പെട്ടതാണ് എന്നുള്ളത് ഓർത്തിരിക്കുക. അടുത്ത മറ്റൊരു വാക്യത്തിലോട്ട് പോവുകയാണ്. 1 തിമോത്തിയോസ് 2:9 മുതൽ. സഹോദരിമാരാരെങ്കിലും നല്ല ഉച്ചത്തിലൊന്ന് വായിച്ചോ. ഇന്ന് ബൈബിൾ വായിക്കാത്ത ആരെങ്കിലും? വെരി ഗുഡ്.
ഓക്കെ, മതി, ശ്രദ്ധിച്ചോണം. അവിടെ ഒരു മുട്ടായി ആരാണ് സഹോദരിമാരുടെ ലീഡേഴ്സ്? ഒരു മുട്ടായി മോൾക്ക് കരുതി വെച്ചോ. അവണ്ണം സ്ത്രീകളും യോഗ്യമായ വണ്ണം വസ്ത്രം ധരിച്ച്, അടുത്തെന്താ പറയുന്നത്? ലജ്ജാശീലത്തോടെ. ആ ലജ്ജാശീലം എന്ന് പറയുന്നത് അത് ഈ നാണക്കേടിന്റെ സംവിധാനം എന്നുള്ളതല്ല, മറിച്ച് സ്ത്രീകൾക്ക് ദൈവം നൽകിയിരിക്കുന്ന ഒരു അനുഗ്രഹിക്കപ്പെട്ട സ്വഭാവത്തിന്റെ സംവിധാനമാണ് ലജ്ജ എന്നുള്ള രീതിയിൽ. നമ്മൾ സഭ ഹാളിലോട്ട് ബൈബിളുമായിട്ടൊക്കെ ആരാധനയ്ക്ക് വരുമ്പോൾ എങ്ങനെയാണ് വരുന്നത്? എങ്ങനെയാണ് വരുന്നത്? ബൈബിളൊക്കെ എടുത്ത് സഹോദരിമാരും സഹോദരന്മാരും വരുന്ന രീതിക്ക് തന്നെ വ്യത്യാസമുണ്ട്. അത് അവരുടെ ജെൻഡറിനെ കൃത്യമായിട്ട് കാണിക്കുകയാണ്. ഏതെങ്കിലും സഹോദരിമാർ ഞാനിന്ന് ആരാധനയ്ക്ക് വരികയാണ്, എടാ അവിടെ ഒരു ലജ്ജയുടെ ഒരു സംവിധാനമുണ്ട്. അത് നമ്മുടെ ആ ഇൻബോൺ നേച്ചറായിട്ട് നമ്മുടെ ആ ഹോർമോണിൽ തന്നെ ദൈവം തന്നിരിക്കുന്നതാണ്. ഇതിനെയാണ് ഇവരെന്ത് പറയുന്നത്? ഇങ്ങനെയുള്ള ഇതൊന്നും പാടില്ല, ലജ്ജ എന്ന് പറയുന്നത് നല്ലതല്ല. ഇത് പോസിറ്റീവ് സെൻസിലാണ് ഇത് പറഞ്ഞിരിക്കുന്നത് എന്നുള്ളത് ഓർത്തോണം. ഇവിടെ ഒരു ചിത്രം കാണിക്കുകയാണ്. എവിടെ ചിത്രം? ഈ കുട്ടി അത്രയും കംഫർട്ടായിട്ട് ഈ നേഴ്സിൻ്റെ അടുക്കൽ ഇരിക്കാനുള്ള കാരണം എന്താണ്? ലജ്ജാശീലത്തോടെ, അതായത് ആ സ്കിന്നിൻ്റെ സോഫ്റ്റ്നെസ്, പിടിക്കുന്ന രീതി, ഇതെല്ലാം ഇതിന് പ്രാധാന്യമുണ്ട്. അപ്പോൾ ദൈവം ആ രീതിയിൽ തന്നെയാണ് മക്കളെ, പെൺകുട്ടികളെ നിങ്ങളെ സൃഷ്ടിച്ചിരിക്കുന്നത്. ഇതെങ്ങാനും ഒരു ആണായിരുന്നെങ്കിലും കരച്ചിൽ നിർത്തത്തില്ലായിരുന്നു. ചില കുട്ടികൾ കരയുമ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടില്ല? ഓഡിയോ ഒന്ന് അമ്മമാരെടുക്കുമ്പോൾ അപ്പോഴും തീരും, സ്വിച്ചിട്ട പോലെ അച്ഛന്മാരെടുത്തു കഴിഞ്ഞാൽ, കാരണം ഇവരൊക്കെ നല്ല മസിൽസൊക്കെ ഉള്ളവരാണ്. ഇവരൊക്കെ എടുത്തു കഴിഞ്ഞാൽ കുട്ടി വീണ്ടും ഇരുന്ന് പ്രാർത്ഥിക്കും, കർത്താവേ ഇങ്ങനെ പപ്പയാണെങ്കിൽ പോലും. അപ്പോൾ ജെൻഡറിൻ്റെ വ്യത്യാസം നിങ്ങൾക്ക് മനസ്സിലായി എന്ന് ഞാൻ വിചാരിക്കുകയാണ്. മുന്നോട്ട് പോവുകയാണ്. 1 തിമോത്തിയോസ്, 1 തിമോത്തി ചാപ്റ്റർ 3 വേഴ്സ് 1-4. ഒരുവൻ അധ്യക്ഷ സ്ഥാനം കാക്ഷിക്കുന്നുവെങ്കിൽ നല്ല വേല ആഗ്രഹിക്കുന്നു, ഭർത്താവും ഉപദേശിക്കുവാൻ സമർത്ഥനും. സാമർഥ്യം പുരുഷന്മാർക്ക് അങ്ങ് കൊടുത്തിരിക്കുകയാണ്. എത്ര പേർക്കുണ്ടെന്ന് അറിയത്തില്ല, നമ്മളത് ചെയ്യണം. അപ്പോൾ ഈ റൂൾ ചെയ്യാനുള്ള ഒരു കപ്പാസിറ്റി, അത് കാഴ്ചയിൽ തന്നെ, കാണുമ്പോൾ തന്നെ. നിങ്ങളൊന്ന് നേരെ തിരിച്ച് ചിന്തിച്ചു നോക്കും. സഭയിൽ ഞായറാഴ്ച ഒരു സഹോദരി ആണ്, സഹോദരിമാരെങ്ങാനും മൂപ്പൻ സ്ഥാനത്തോട്ട് കൊണ്ടുവന്നിരുന്നെങ്കിൽ ഈ സഹോദരി എഴുന്നേറ്റ് എങ്ങനെയായിരിക്കും? ഇന്നെല്ലാവരും ദയവായി നേരത്തെ വരണം, ആരാധന മറ്റേത് പുരുഷൻ വരുമ്പോൾ ആരാധന 10 മണിക്കാണ്, 9:55 ഇതിനകത്ത് കയറണം, ഇത് ദൈവത്തിൻ്റെ ആലയമാണ്. ആ പറയുന്നതിന് ഒരു പഞ്ച് കാണും. ഞാൻ പറഞ്ഞു മനസ്സിലായില്ലേ? ലോകത്തിലെ റൂളേഴ്സിനെല്ലാം നിങ്ങൾ എടുത്തു നോക്കുക. ശരിയാണ്, ചില റൂളേഴ്സൊക്കെ സ്ത്രീകളുണ്ട്, നമ്മുടെ ഇന്ത്യ ഉൾപ്പെടെയുള്ള നല്ല ഇൻബോൺ ആ ഒരു ഇതുണ്ടായിരുന്നു. അയൺ ലേഡി എന്നൊക്കെ പറയുന്ന ഇന്ദിരാഗാന്ധി ഉൾപ്പെടെയുള്ള ചിലരുണ്ട്, ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ മൊത്തത്തിൽ നിങ്ങൾ പരിശോധിച്ച് കഴിഞ്ഞാൽ റൂളിംഗ് അല്ലെ അത്തരം കാര്യങ്ങൾ ക്വിക്കായിട്ട് തീരുമാനമെടുക്കാനുള്ള കഴിവും പ്രശ്നങ്ങളെ അഭിമുഖീകരിക്കാനുള്ള അപാര കപ്പാസിറ്റിയും. അതുകൊണ്ടാണ് 12 ശിഷ്യന്മാരിൽ ആരില്ലാത്തത്. അത് സ്ത്രീകൾ കുറഞ്ഞവരായതുകൊണ്ടല്ല, അങ്ങനെ നിങ്ങൾ ചിന്തിക്കരുത്, അങ്ങനെ നമ്മൾ ആരും ചിന്തിക്കരുത്. ഇതിൽ കുറഞ്ഞവർ കൂടിയവരെന്നുള്ളതല്ല, ഇതിനെ എങ്ങനെയാണ് ഇവർക്ക് നൽകിയിരിക്കുന്ന റോള്, അതിനനുസരിച്ചാണ് വ്യത്യാസം വന്നിരിക്കുന്നത്. ദൈവം സ്ത്രീകളെയും പുരുഷന്മാരെയും ഒരുപോലെയാണ് കാണുന്നത്, പക്ഷേ റോളിലാണ് വ്യത്യാസം, ജെൻഡറിലാണ് വ്യത്യാസം എന്നുള്ളത് പറഞ്ഞ് ഞാൻ മുന്നോട്ട് പോവുകയാണ്. അപ്പോൾ ലിംഗഭേദം അഥവാ ജെൻഡർ ആൻഡ് സെക്സ് എന്നുള്ളത് ദാർശനിക പ്രവണതകൾക്ക് അനുസരിച്ച് സമൂഹത്തിന്റെ നിയമങ്ങൾ ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ സമൂഹത്തിന്റെ നിയമങ്ങൾ മാറുന്നതനുസരിച്ച് അതുകൊണ്ട് ലിംഗഭേദമൊന്നുമില്ല, ജെൻഡർ ഡിഫറൻസ് അങ്ങനെ ഒരു ഡിഫറൻസും ഇല്ല എന്ന് നമ്മൾ പലപ്പോഴും കേട്ടിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, എത്ര തന്നെ സംസ്കാരം മാറിയാലും, എത്ര തന്നെ ഇത്തരം കാര്യങ്ങൾ മാറിയാലും ബൈബിളിന് മാറ്റം ഇല്ല. ബൈബിളിന് മാറ്റമില്ലാത്തിടത്തോളം കാലം സ്ത്രീ പുരുഷ ശരീരശാസ്ത്രത്തിന് ഒരു മാറ്റമില്ല. അന്നത്തെ, അതായത് മനുഷ്യനുണ്ടായ കാലത്ത് സ്ത്രീ എങ്ങനെയായിരുന്നോ അതുപോലെ തന്നെയാണ് സ്ത്രീകൾ ഇന്നും. എന്തെങ്കിലും മാറ്റം സംഭവിച്ചിട്ടുണ്ടോ? ഇല്ല. മനുഷ്യനുണ്ടായ കാലത്ത് ആദം എങ്ങനെയായിരുന്നോ അതുപോലെ തന്നെയാണ് ഇപ്പോഴിരിക്കുന്ന എല്ലാ ആദന്മാരും. വല്ല മാറ്റം ഉണ്ടോ? ഇല്ല. അപ്പോൾ ആകെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, രീതികൾ മാറി, സംസ്കാരം മാറി, അതുകൊണ്ട് റോളുകൾ മാറണം എന്നുള്ള ചിന്താഗതി തെറ്റാണ്. ജെൻഡർ രീതിയിലുള്ള കാര്യങ്ങൾ, ഉദാഹരണത്തിന്
ലോകമുണ്ടായ കാലം മുതൽക്ക് തന്നെ ഒരു കുഞ്ഞ് ജനിച്ചു കഴിഞ്ഞാൽ കുഞ്ഞിന് കിട്ടുന്ന ആദ്യത്തെ ഭക്ഷണം എന്താണ്? മുലപ്പാൽ. ഇലോൺ മസ്ക് പോലും ചന്ദ്രനിൽ പോയി തിരിച്ചു വരാനുള്ള സകല സംവിധാനം ഉണ്ടാക്കിയിട്ടും ഇന്ന് വരെ ചരിത്രത്തിൽ മുലപ്പാലോളം അത്രയും ക്വാളിറ്റിയുള്ള മറ്റൊരു സംവിധാനം ഒരു ശാസ്ത്രവും കണ്ടുപിടിക്കപ്പെട്ടിട്ടില്ല. കാരണം ദൈവത്തിൻ്റെ സംവിധാനത്തെ മാറ്റാൻ ആർക്കും കഴിയത്തില്ല. അപ്പോൾ നമ്മൾ പറയാണ് കൾച്ചറൊക്കെ മാറി അതുകൊണ്ട് ഇതൊന്നും എന്ന് പറയാൻ പറ്റത്തില്ല. ഇവിടെ മനോഹരമായ ഒരു ചിത്രം. ഉടനെ മനുഷ്യ സ്നേഹികളെല്ലാം കൂടെ നമ്മൾ ഈ പൂച്ചയെടുത്ത് പറയാണ്, ഇനി മേലിൽ പിള്ളേരെ ഇങ്ങനെ കടിച്ചുകൊണ്ട് നടക്കരുത്, സംസ്കാരം മനസ്സിലാക്കണം. ആ പൂച്ചയ്ക്ക് എന്ത് വേദനയായിരിക്കും? ഇവിടെ പൂച്ച വേദനിച്ചല്ല ഇരിക്കുന്ന, ഉറങ്ങുകയാണ്. ഉറങ്ങുന്ന പൂച്ചയെ ഉറക്കം പോലും മാറ്റാതെ കടിച്ചെടുത്തോണ്ട് പോകുന്ന രംഗം കണ്ടോ? പൂച്ചകളുടെ സംസ്ഥാന സമ്മേളനം കൂടിയിട്ടുള്ള പൂച്ചകളെല്ലാം തീരുമാനിക്കണം ഇനി കുഞ്ഞുങ്ങളെയൊന്നും കടിക്കാൻ പാടില്ല, അവർക്ക് കടിച്ചാലേ എടുക്കാൻ പറ്റൂ. ഞാൻ പറഞ്ഞതിൽ വല്ല മാറ്റമുണ്ടോ? അപ്പോൾ നമ്മളൊക്കെ എങ്ങനെയാണ് കുഞ്ഞുങ്ങളെ എടുക്കുന്നത്? നമ്മൾ കുഞ്ഞുങ്ങളെ എടുക്കുന്ന രീതി ഇങ്ങനെയാണ്. ഇങ്ങനെ പറ്റത്തുള്ളൂ. കുഞ്ഞുങ്ങളെ എടുത്ത് താലോലിക്കാനും കുഞ്ഞുങ്ങളെ എടുത്ത് തലയെ വെച്ചുകൊണ്ട് നടക്കാനും ഇങ്ങനെ പറ്റത്തുള്ളൂ. ഉടനെ നമ്മൾ പറയുകയാണ് ഈ സംസ്കാരം മാറി, ഇപ്പോൾ പുതിയ ജനറേഷനാണ്, അതുകൊണ്ട് ഞങ്ങൾ ഇങ്ങനെ ഇനി കുഞ്ഞുങ്ങളെ കൊണ്ടുപോകാൻ പോകുക. അത് പറ്റത്തില്ല. ദൈവത്തിന് ഇത്തരം സംവിധാനങ്ങൾ വരും. അവിടെയാണ് നമ്മൾ ട്രൂത്തും ട്രെൻഡും തമ്മിലുള്ള വ്യത്യാസം മനസ്സിലാക്കേണ്ടത്. ബൈബിളിൽ പറഞ്ഞിരിക്കുന്ന ട്രൂത്ത്സ് പലതും പിൽക്കാലത്ത് ട്രെൻഡായി തീർന്നു. ആ ട്രൂത്തും ട്രെൻഡും തമ്മിലുള്ള വ്യത്യാസം നമ്മൾ മനസ്സിലാക്കിയാൽ രക്ഷപ്പെട്ടു. അപ്പോൾ എന്താണ് ട്രൂത്ത്? ഒന്ന് രണ്ട് എക്സാമ്പിൾസ് ഞാൻ പറഞ്ഞു തരാൻ പോവുകയാണ്. വാട്ട് ഈസ് ട്രൂത്ത്? എന്താണ് ട്രൂത്ത്? മാത്യു ചാപ്റ്റർ 6 verse 1-4. മത്തായി എഴുതിയ സുവിശേഷം 6-ാം അധ്യായം 1 മുതൽ 4 വരെയുള്ള വാക്യത്തിൽ ആരെങ്കിലും ഒരാളൊന്ന് ഉച്ചത്തിൽ വായിച്ചോ. സൂക്ഷിക്കും. അടുത്ത ശ്രദ്ധിച്ചോ. ഇല്ല. അടുത്തത് ആകാൽ ഭിക്ഷ കൊടുക്കുമ്പോൾ പറയുന്നു. അടുത്ത നീയോ ഭിക്ഷ കൊടുക്കുമ്പോൾ മതി. ശ്രദ്ധിച്ചോളണം. ഇതിലെ ട്രൂത്ത് എന്താണ്? ഭിക്ഷ കൊടുക്കുമ്പോൾ എങ്ങനെ കൊടുക്കണം? ഏതാണ് ട്രൂത്ത്? ഭിക്ഷ കൊടുക്കുമ്പോൾ നിന്റെ ഭിക്ഷ രഹസ്യത്തിലായിരിക്കണം. ഗീവ് ഇൻ എ സീക്രട്ട് വേ. ദാറ്റ് ഈസ് ദ ട്രൂത്ത്. ബട്ട് ദ ട്രൂത്ത് ബിക്കം ദ ട്രെൻഡ്. അത് ട്രെൻഡായി മാറി. അതെങ്ങനെയാണ്? എല്ലായിടത്തും അനൗൺസ് ചെയ്ത് ആളുകളെയൊക്കെ വിളിച്ചു കൂട്ടി കൊടുക്കാൻ തുടങ്ങി. ദാറ്റ് ഈസ് എ ട്രെൻഡ്. അപ്പൊ ട്രൂത്ത് എങ്ങനെയാണ് ട്രെൻഡ് ആയത് എന്നുള്ളത് മനസ്സിലാക്കാനാണ്. ഇനി മറ്റൊരു ഉദാഹരണം കൂടെ പറഞ്ഞുതരാം. പലപ്പോഴും ഈ ട്രൂത്ത് അറിയാതെ ട്രെൻഡായി പോകും. വായിക്കാം. 1 Peter chapter 3 verses 1-5. 1 പത്രോസ് 3-ാമത്തെ അധ്യായം 1 മുതൽ 5 വരെയുള്ള വാക്യങ്ങളിൽ ഭാര്യമാരെ നിങ്ങളുടെ ഭർത്താക്കന്മാർക്ക് കീഴടങ്ങിയിരിപ്പിൻ എന്ന് തുടങ്ങുന്ന വാക്യം ഉച്ചത്തിൽ വായിച്ചോ. അല്ല ഓക്കെ. ഇതല്ലോ ദൈവസന്നിധിയിൽ വിലയേറിയത്. ശ്രദ്ധിച്ചോണം. ദൈവത്തിന്റെ സന്നിധിയിൽ വിലയേറിയതെന്ന് ദൈവം കണക്കാക്കുന്ന ബ്യൂട്ടി എന്താണ്? ദാറ്റ് ഈസ് എ ട്രൂത്ത്. നമ്മുടെ ക്യാരക്ടർ ബ്യൂട്ടിയാണ് ദൈവം നോക്കുന്നത്. അതാണ് ട്രൂത്ത്. പക്ഷെ ക്യാരക്ടർ ബ്യൂട്ടി അല്ല. ആ ക്യാരക്ടർ ബ്യൂട്ടി പതുക്കെ ട്രെൻഡായിട്ട് തീർന്നു. ഔട്ട്സൈഡ് ഫിസിക്കൽ ബ്യൂട്ടി, അതാണ് ഏറ്റവും വിലയേറിയത് എന്ന് മനുഷ്യൻ ചിന്തിക്കാനായിട്ട് തുടങ്ങി. അപ്പോൾ ക്യാരക്ടർ ഫോർമേഷൻ, ഇൻസൈഡ് ബ്യൂട്ടി, നമ്മുടെ ഹൃദയത്തിന്റെ ആ ഒരു ബ്യൂട്ടി ഉണ്ടല്ലോ, അതാണ് പ്രധാനം എന്നുള്ളതാണ് ട്രൂത്ത്. പക്ഷെ ആ ട്രൂത്ത് പതുക്കെ മാറി ട്രെൻഡായി കഴിഞ്ഞു. ഇതുപോലെയാണ് പല ട്രൂത്തുകളും ട്രെൻഡാകുന്നു എന്നുള്ളതാണ് സത്യം. അപ്പോൾ നമ്മൾ ഈ സമൂഹത്തിൽ ഉൾപ്പെട്ട് നിൽക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം എന്നുള്ളത്, ഏതൊക്കെയാണ് ഈ LGBTQ സമൂഹത്തിലുള്ളത് എന്ന് അടുത്ത് പറയാനായിട്ട് പോവുകയാണ്.
ഒന്നാമത്തത് ലെസ്ബിയൻ എന്ന് പറഞ്ഞ ഒരു വിഭാഗക്കാരുണ്ട്. അതായത് പെൺകുട്ടികൾ, സ്ത്രീകളോട് ഉള്ള ഒരു പ്രത്യേകമായ ബന്ധം. കുറച്ച് കഴിയുമ്പോൾ എനിക്ക് ഇവളെ കല്യാണം കഴിക്കണം. ആർക്ക്? പെൺകുട്ടിക്ക് പെൺകുട്ടിയെ കല്യാണം കഴിക്കണം, സ്ത്രീക്ക് സ്ത്രീയെ കല്യാണം കഴിക്കണം, ഞങ്ങൾ ഒരുമിച്ച് ഭാര്യ ഭർത്താക്കന്മാരായിട്ട് ജീവിച്ചോളാം എന്ന് പറയുന്ന ഒരു സംവിധാനം. അതാണ് ലെസ്ബിയൻ, LGBTQവിൻ്റെ L എന്നുള്ളത്. അടുത്തതാണ് G. ഏതാണ്? ഗേ എന്ന് പറഞ്ഞാൽ എന്താണ്? അറിയാം. അപ്പം ഞാൻ പെട്ടെന്ന് അങ്ങ് പറഞ്ഞു പോവുകയാണ്, അപ്പോൾ എനിക്ക് അധികം ജോലി കുറഞ്ഞു. ഗേ എന്ന് പറഞ്ഞാൽ ആൺകുട്ടിക്ക് ആൺകുട്ടിയോട് തോന്നുന്ന അനുരാഗം. എനിക്ക് നിന്നെ കെട്ടാൻ തോന്നുന്നടാ, നമുക്ക് കെട്ടാം. ഇവർ രണ്ടുപേരും കൂടെ പോയി അങ്ങ് കെട്ടും, കല്യാണം കഴിക്കും, എന്നിട്ട് ഇവർ ഒരുമിച്ച് ജീവിക്കും. ഇത് കാണുമ്പോൾ നമുക്ക് തോന്നും ഇതല്ലേ നല്ലത്. കാരണം പെൺകുട്ടികളെ കല്യാണം കഴിച്ചാൽ അവർ തേക്കും, ഇതാകുമ്പോൾ തേക്കത്തില്ല, ഒട്ടിക്കത്തേ ഉള്ളൂ. അപ്പോൾ ഇതാണ് അല്പം കൂടെ നല്ലത് എന്ന് പറഞ്ഞ് ഇതിലോട്ടങ്ങ് പോയി ചാടും. അടുത്തത് മൂന്നാമത്തത് ബൈസെക്ഷൽ എന്ന് പറഞ്ഞിട്ടൊരു സംവിധാനമുണ്ട്, ഒരു രീതിയുണ്ട്. സ്ത്രീ പുരുഷ ലിംഗഭേദമില്ലാതെ അനുരാഗം തോന്നുക. അതായത് ഇവർക്ക് ആൺകുട്ടിയോടും ജനുവരി മാസം ആൺകുട്ടി, ഫെബ്രുവരി മാസം പെൺകുട്ടി, മാർച്ച് മാസം ആൺകുട്ടി, ഇങ്ങനെ അങ്ങും ഇങ്ങും തോന്നുന്ന ഒരവസ്ഥ. ചിലരോട് ചോദിക്കും എവിടെ പോകണം, അങ്ങനെ എവിടെ പോകണമെന്ന് അങ്ങനെ ഇതൊന്നുമില്ല, ആദ്യം വരുന്ന ബസ്സിൽ കയറി അങ്ങ് പോകും എന്ന് പറയുന്ന പോലെയാണ്. ഈ മാസം ആരാണോ അയാളുമായിട്ടായിരിക്കും. അടുത്തത് ദാറ്റ് ഈസ് ബൈസെക്ഷൽ. ബൈസെക്ഷൽ മീൻസ് അവർക്ക് പ്രിഫറൻസ് ഒന്നുമില്ല, വെദർ ദേ ആർ ബോയ് ഓർ ഗേൾ, വാട്ട് എവർ ഇറ്റ് മേ ബി, ദേ വിൽ ബി ഹാവിങ് ഫോളോ ഓൺ ദം. ഓക്കെ, അടുത്തത് ട്രാൻസ്ജെൻഡർ. ഇത് വളരെ ശ്രദ്ധിച്ചോണം. ഈ വാക്കാണ് ഇതിനകത്ത് ഇവർ ഭയങ്കര മിസ്യൂസ് ചെയ്യുന്നത്. ട്രാൻസ്ജെൻഡർ എന്ന് പറഞ്ഞാൽ തൻ്റെ ശരീരശാസ്ത്രപരമായിട്ടല്ലാത്ത ലിംഗത്തിലേക്ക് അവർ മാറുക. അതായത് ആണാണ്, ഹീ ഈസ് എ മെൻ ബട്ട് ഹീ വാണ്ട്സ് ടു ബിക്കം എ വുമൻ. പെൺകുട്ടിയാണ്, പക്ഷേ കുറച്ച് കഴിയുമ്പോൾ എന്തുകൊണ്ട് എനിക്ക് ആണിനെ പോലെ ആയിക്കൂടാ, ജന്മന ആണാണ്, ജനിച്ചപ്പോൾ തന്നെ ആൺകുട്ടിയാണ്, പക്ഷേ കുറച്ച് കഴിയുമ്പോൾ പെൺകുട്ടിയായിട്ട് എന്തുകൊണ്ട് മാറിക്കൂടാ, അതാണ് ട്രാൻസ്ജെൻഡേഴ്സ്. അടുത്തത് ക്യൂർ എന്ന് പറഞ്ഞിട്ടുള്ള ഇതുണ്ട്. അതായത് മുകളിൽ പറഞ്ഞിരിക്കുന്ന വൈകൃതങ്ങളല്ലാതെ പറഞ്ഞിരിക്കുന്നതല്ലാത്ത ചില വൈകൃതങ്ങളുണ്ട്. അതിപ്പോൾ വലിയ രീതിയിൽ ഞാൻ വിവരിക്കുന്നില്ല. എന്ന് പറഞ്ഞാൽ കാണുന്ന എല്ലാത്തിനെയും കല്യാണം കഴിക്കാൻ തോന്നും. നടന്നു പോകുമ്പോഴായിരിക്കും ഒരു വലിയ മരം, കൊള്ളാം. അപ്പോൾ മരത്തിനെന്നും കല്യാണം കഴിക്കും. കാരണം ഈ മരം എന്നെ ചതിക്കത്തില്ല, അവൻ ജീവിതകാലം മുഴുവൻ അവിടെ തന്നെ കാണും, എന്നെ വിട്ടിട്ട് ഓടിക്കളയത്തില്ല. അപ്പോൾ മരമാണെങ്കിൽ മരം, പിന്നെ അപ്പുറത്ത് പോകുമ്പോഴായിരിക്കും വേറൊരു സാധനം, എങ്കിൽ അത് എന്ന് പറഞ്ഞ് അങ്ങനെ കല്യാണം കഴിക്കുന്നവർ. ഇനി അടുത്ത വേറൊരു വിഭാഗമുണ്ട്, പാൻസെക്ഷൽ എന്ന് പറയും. അത് ലിംഗഭേദമില്ലാതെ അനുരാഗം തോന്നുക. ഇങ്ങനെ പ്രത്യേകിച്ച് ഇതൊന്നുമില്ല, ഏതിനെ കണ്ടാലും, പട്ടിയെ കണ്ടാലും ഹായ് പട്ടി ഹൗ ആർ യു, പൂച്ചയെ കണ്ടാൽ പൂച്ചയാണെങ്കിൽ ഞാൻ പറയുന്നത് പോലെ അനുസരിക്കും, പിന്നെ പത്നിയാണെങ്കിൽ ഒരു കുഴപ്പമില്ല, ഞാനും അത് ഒരേ വർഗ്ഗമാണ് എന്ന് പറഞ്ഞിട്ട് ഏതിനെയും കല്യാണം കഴിക്കുന്ന രീതി. പിന്നെ അടുത്ത ക്വസ്റ്റ്യനിങ് എന്ന് പറഞ്ഞിട്ടുള്ളത്, അതായത് ലിംഗസത്തയെക്കുറിച്ച് ഉറപ്പില്ല. ആണോ അപ്പം ഞാൻ പെണ്ണായിരിക്കുമല്ലേ, അപ്പോൾ ആണാണോ പെണ്ണാണോ ഒരു പിടുത്തമില്ല, ആകെ കൂടെ കൺഫ്യൂഷനാണ്. അങ്ങനെയുള്ള ചിന്താഗതിക്കാർ. പിന്നെയുള്ള ഇൻ്റർസെക്സ് എന്നുള്ള ജീവശാസ്ത്രപരമായിട്ട് അതിലോട്ട് ഞാൻ വരുന്നുണ്ട്, അല്പം കൂടെ വിശദീകരിക്കാം ജീവശാസ്ത്രപരമായിട്ടുള്ളത്. അടുത്തത് സാമൂഹികമായി രണ്ട് ലിംഗത്തെയും സ്വഭാവമുള്ള ഇൻ്റർജെൻഡർ എന്നൊക്കെ പറഞ്ഞിട്ട് ആണും പെണ്ണും ഒരു കൃത്യത ഇവർക്ക് ഒരിക്കലും കാണത്തില്ല. അപ്പോൾ ഇൻ്റർസെക്സ് എന്താണെന്ന് ഞാൻ പിന്നാലെ പറയാം, അല്പം വിശദീകരിക്കാം, അത് അല്പം നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. അടുത്തത് എസെക്ഷൽ. ഒരു ലിംഗത്തോടും ഒരു മമതയില്ല, ആണിനോടുമില്ല പെണ്ണിനോടുമില്ല, ഒരിതുമില്ല. ഇവർക്ക് വേറെന്തോ ഒരു കുഴപ്പമാണ്. ഇതെല്ലാം യഥാർത്ഥത്തിൽ ഇനി ഏറ്റവും ഇതിനെല്ലാം സപ്പോർട്ട് ചെയ്യുന്ന ഒരു വിഭാഗക്കാരാണ് എന്ന് പറയുന്നത് ഇത്തരം LGBTQ അവകാശവാദികൾ എന്ന് പറയുന്ന ഒരു വിഭാഗക്കാർ. അപ്പോൾ അതുകൊണ്ടാണ് പ്ലസ് എന്നുള്ള രീതിയിൽ പോകുന്നത്, പുതിയ രീതികൾ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ ഞാൻ ഇതിൽ നിന്നും ഇതൊക്കെയാണ് ഇതിൻ്റെ കാറ്റഗറീസ് എന്നുള്ളത്. ഇതിലേതെങ്കിലുമൊക്കെ ചായ്വുള്ള കൂട്ടുകാർ നമ്മുടെ കൂട്ടത്തിൽ കാണാം എന്നുള്ളത് എപ്പോഴും ഓർത്തോണം. അപ്പോൾ എന്തുകൊണ്ടാണ് ഞാൻ ഈ വിഷയം മനസ്സിലാക്കേണ്ടത്? വൈ ഐ വാണ്ട് ടു സ്റ്റഡി ദിസ്? എന്തുകൊണ്ട് ഞാനിത് പഠിക്കണം? ഈ കാലത്ത് ഞാൻ ഈ പ്രായത്തിൽ ഇത് പഠിച്ചിട്ട് വല്ല കാര്യമുണ്ടോ? ചിലർ പറയും നിങ്ങൾ ഞങ്ങളെ ഉപദ്രവിക്കുകയൊന്നും ചെയ്യരുത്, ഞങ്ങൾ ഞങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ജീവിച്ചോളാം, നിങ്ങളെന്തിനാണ് ഞങ്ങളെ ഉപദ്രവിക്കാൻ പോകുന്നത് എന്ന് പറഞ്ഞ് ചിലപ്പോൾ ഞങ്ങളോട് സാധാരണ പലരും ഇത് പറയും. ഒന്നാമത് മനസ്സിലാക്കേണ്ട, ഐ കെയർ അബൌട്ട് മൈ സൊസൈറ്റി.
എന്നെ ഈ ഭൂമിയിൽ സ്വർഗത്തിലെ ദൈവം വച്ചിരിക്കുന്നത് എൻ്റെ സമൂഹത്തെ കെയർ ചെയ്യാൻ വേണ്ടിയിട്ട് തന്നെയാണ്. അതുകൊണ്ട് ഈ സമൂഹം എന്ന് പറയുന്നത്, സമൂഹത്തിൻ്റെ നിലനിൽപ്പ് എന്ന് പറയുന്നത് കുടുംബത്തിൻ്റെ സംവിധാനമാണ്. ഈ നേരത്തെ പറഞ്ഞ LGBTQ സംവിധാനങ്ങളെല്ലാം അവസാനം പോയി എത്തി നിൽക്കുന്നത് കുടുംബത്തെ എങ്ങനെ തകർക്കാം എന്നുള്ളതാണ്. അതുകൊണ്ടാണ് നമ്മൾ ഈ വിഷയത്തിൽ നമ്മൾ പഠിക്കേണ്ടി വരുന്നത്, ഇത് നമ്മൾ മനസ്സിലാക്കേണ്ടി വരുന്നത്. കാരണം സ്വർഗത്തിലെ ദൈവത്തിൻ്റെ ആദ്യത്തെ കൽപ്പനയായ നിങ്ങൾ ഭൂലോകമെങ്ങും നിറയുവിൻ. എങ്ങനെ നിറയും? ഫോട്ടോസ്റ്റാറ്റ് വെച്ചോ? നിറയണമെങ്കിൽ കുടുംബം വേണമല്ലോ. അപ്പോൾ കുടുംബത്തിലൂടെ മാത്രമേ നിറയാനായിട്ട് സാധിക്കത്തുള്ളൂ. അപ്പോൾ ഈ കുടുംബത്തിന്റെ സംവിധാനത്തെ തകർക്കുന്ന ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഒരു കാരണവശാലും ദൈവമക്കളായിരിക്കുന്ന നമ്മൾ അനുവദിക്കാൻ പാടില്ല. ഈ ഭൂമി ദൈവം ആദമിനും ഹവ്വയ്ക്കും കൊടുത്തതാണെങ്കിൽ അതേ ആദം ഹവ്വയുടെ മക്കളാണ് നമ്മൾ. ഈ ഭൂമി നമുക്ക് അവകാശപ്പെട്ടതാണ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ശരിയായ ജീവിതം നയിക്കുന്നവർക്ക് അവകാശപ്പെട്ടതാണ് ഈ ഭൂമി. ഈ ഭൂമിയുടെ നിലനിൽപ്പ് തന്നെ കുടുംബത്തിന്റെ നിലനിൽപ്പുമായിട്ട് ബന്ധമുണ്ട്. കുടുംബത്തിന്റെ നിലനിൽപ്പ് സമൂഹത്തിന്റെ നിലനിൽപ്പുമായിട്ട് ബന്ധമുണ്ട് എന്നുള്ളത് ഓർത്തിരിക്കണം. അതുകൊണ്ടാണ് മത്തായി എഴുതിയ സുവിശേഷം 5:14, മാത്യു ചാപ്റ്റർ 5:14 എഴുതി വെച്ചിരിക്കുന്നത്, യു ആർ ദ ലൈറ്റ് ഓഫ് ദ വേൾഡ്. നിങ്ങൾ ലോകത്തിന്റെ വെളിച്ചമാണ്. ലോകത്തിന്റെ വെളിച്ചമാകേണ്ട നാമാണ് ഈ വിഷയത്തിൽ ഇടപെടേണ്ടത്. കാരണം ഇവര് അല്ലെങ്കിൽ ഈ ഭൂമിയെ തകർത്ത് കളയാൻ അപാര ശക്തിയുള്ളവരാണ്. ലോകത്തിൽ അനേക രാജ്യങ്ങളിൽ പല നിയമങ്ങളും ഇവർ മാറ്റിക്കഴിഞ്ഞു. അതുകൊണ്ട് അപ്പോൾ സാമൂഹിക നന്മയ്ക്കുള്ള ചില സംസ്കാരങ്ങൾ ബൈബിളിൽ പറഞ്ഞിട്ടുണ്ട്. ഈ ബൈബിളിൽ പറഞ്ഞിരിക്കുന്ന എല്ലാ സംസ്കാരങ്ങളും ബൈബിളിനെ സപ്പോർട്ട് ചെയ്യുന്നതുമാണ്. അതായത് സമൂഹത്തിൻ്റെ നിലനിൽപ്പിന് വേണ്ടിയിട്ട് തന്നിരിക്കുന്ന പല സംസ്കാരങ്ങളും, സമൂഹത്തിന് ഏറ്റവും ഗുണം ചെയ്യുന്ന ബൈബിളിൽ പറഞ്ഞിരിക്കുന്ന പല സംസ്കാരങ്ങളും, അത് അനുവർത്തിച്ചിട്ടുള്ള സമൂഹങ്ങൾ ഉൾപ്പെടെ, ആ രാജ്യം ഉൾപ്പെടെ സമാധാനത്തോടെ ജീവിക്കുന്നുണ്ട്. എന്നാൽ ഈ ബൈബിളിലെ സംവിധാനങ്ങളെ എതിർക്കുന്ന സമൂഹമാകട്ടെ ആ രാജ്യമാകട്ടെ തകർച്ചയിലോട്ടാണ് പോകുന്നത് എന്നുള്ളത് എപ്പോഴും ഓർത്തിരിക്കണം. അപ്പോൾ ബൈബിളിലെ സ്ത്രീ പുരുഷ വ്യത്യാസങ്ങൾ അല്ലെങ്കിൽ അവരുടെ റോൾസ് ആൻഡ് റെസ്പോൺസിബിലിറ്റി അത് കൃത്യമായ രീതിയിൽ അനുവർത്തിക്കുക എന്നുള്ളത് നമ്മുടെ സംസ്കാരത്തിൻ്റെ വളർച്ചയ്ക്ക് ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. അപ്പോൾ ബൈബിളിൻ്റെ രീതി എന്താണ്? ഒരു സ്ത്രീയും പുരുഷനും മാത്രമേ വിവാഹം കഴിച്ച് ജീവിക്കാവൂ എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ ഇതിനകത്ത് ഉള്ള അടുത്തൊരു ചോദ്യം, സാധാരണ ഇവർ പറയുന്നത് ഇത് സംസ്കാരവുമായി ബന്ധമില്ല, ജന്മന ഞങ്ങൾ ഇങ്ങനെ ആയതുകൊണ്ട് ഇത് ദൈവത്തിൻ്റെ ഉത്തരവാദിത്തമാണ്, ഞങ്ങൾ ജനിച്ചപ്പോഴേ ഇങ്ങനെയാണ്, അതുകൊണ്ട് ഞങ്ങൾക്ക് ഇങ്ങനെ പോകാൻ പറ്റത്തുള്ളൂ. ഇവിടെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. LGBTQവിനകത്ത് ഞാൻ നേരത്തെ പറഞ്ഞ ഒരു വിഭാഗം, അതായത് പ്രത്യേകം ശ്രദ്ധിച്ചോണം, അതുകൊണ്ട് ഇത് ദൈവത്തിൻ്റെ ഉത്തരവാദിത്തമാണ്, ദൈവമാണ് ഇതെല്ലാം ചെയ്യേണ്ടതെന്ന് പറഞ്ഞിട്ട് ചെയ്യുള്ളൂ. അപ്പോൾ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു പ്രത്യേകത എന്നുള്ളത് LGBTQ വക്താക്കൾ പറയുന്നത് ലൈംഗിക വ്യതിയാനങ്ങൾ ജനിതക ക്രമീകരണം മൂലം ഉണ്ടാകുന്ന സ്വഭാവത്തിൻ്റെ ഫലമാണ്. അതുകൊണ്ട് ജന്മനാ ഉണ്ടാകുന്ന ഇത്തരം പ്രശ്നങ്ങളെ ആരും തടയരുത്, അത് ഞങ്ങൾക്ക് പ്രകടിപ്പിക്കാനുള്ള അവകാശമുണ്ട്. ഇത് കേട്ടാൽ ശരിയല്ലേ എന്ന് നമുക്ക് തോന്നിപ്പോവും. ഇത് വെച്ചാണ് അവർ നമ്മളെ പതുക്കെ പിടിക്കാനായിട്ട് വരുന്നത്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്നുള്ളത്, ജനിതക സ്വഭാവമുള്ള, അതായത് സമൂഹത്തിൽ ജനിതക സ്വഭാവം പ്രകടിപ്പിക്കുന്നത് തടയുന്നത് മനുഷ്യാവകാശ ലംഘനമാണ്. അതുകൊണ്ട് എൻ്റെ അവകാശമാണ് ഞാൻ ആൺകുട്ടിയോടുകൂടെ ജീവിക്കുന്നത്, എൻ്റെ അവകാശമാണ് ഞാൻ പെൺകുട്ടിയോടുകൂടെ ജീവിക്കുന്നത്, എൻ്റെ അവകാശമാണ് ഞാൻ പട്ടിയെ കല്യാണം കഴിക്കുന്നത്, പൂച്ചയെ കല്യാണം കഴിക്കുന്നത്, എൻ്റെ അവകാശമാണ്. അതുകൊണ്ട് അത് തടയുന്നത് മനുഷ്യാവകാശ ലംഘനമാണ് എന്നാണ് ഇവർ പറയുന്നത്. അപ്പോൾ ഇത് അനുവദിക്കുന്നതല്ലേ നല്ലത് എന്നാണ് പൊതുവെ ഇവർ പറയുന്നത്. അപ്പോൾ നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ട കാര്യം, ഇത് ജനിതക വ്യത്യാസങ്ങളുമായിട്ട് യാതൊരു ബന്ധവുമില്ല എന്നുള്ളതാണ്. അതായത് ഇന്റർസെക്സ് ഒഴികെ മറ്റൊരു LGBTQയിൽ വരുന്ന ഇനത്തിലും ജനിതക അടിസ്ഥാനമില്ല. അപ്പോൾ എന്താണ് ഇന്റർസെക്സ് എന്ന് പറയാം? ശ്രദ്ധിച്ച് കേട്ടോണം. ദൈവം മനുഷ്യനെ ആണും പെണ്ണുമായി സൃഷ്ടിച്ചു. എന്നാൽ ജന്മനാ തന്നെ മ്യൂട്ടേഷൻ്റെ ആ ചില തകരാറുകൾ കൊണ്ട്, അതിൻ്റെ കാരണങ്ങൾ കൊണ്ടും ആൺകുട്ടിയായി ജനിക്കുന്നു, ചിലർ പെൺകുട്ടിയായിട്ട് ജനിക്കുന്നു. എന്നാൽ ജന്മനാ തന്നെ ചിലപ്പോൾ ലൈംഗിക അവയവങ്ങളിലുള്ള ചില വ്യത്യാസങ്ങളോ അതിൻ്റെ ഏറ്റക്കുറച്ചിലുകളോ കാരണം ഒരു പെൺകുട്ടിക്ക് ആൺകുട്ടിയുടെ ആ നേച്ചർ സ്വഭാവങ്ങൾ അങ്ങനെയുള്ള ചിലത് കാണാം. ചിലപ്പോൾ ചില ആൺകുട്ടികൾക്ക് അത്തരത്തിലുള്ള ജനിതക വ്യത്യാസം കൊണ്ട് ഒരു പെൺകുട്ടിയുടെ രീതികൾ കാണാം. അപ്പോൾ ഇത് കൃത്യമായിട്ട് ജനിക്കുമ്പോൾ തന്നെ ഒരു മാതാപിതാക്കന്മാർ അത് കൃത്യമായിട്ട് മനസ്സിലാക്കും. ചിലപ്പോൾ ജനറ്റിക്കൽ ഓർഗണിൽ, അതായത് ലൈംഗിക ആ അവയവത്തിൽ തന്നെ ഉണ്ടാകുന്ന ചില വ്യത്യാസങ്ങൾ. അപ്പോൾ ഈ വ്യത്യാസങ്ങൾ വരുമ്പോൾ അവർക്ക് ചിലപ്പോൾ മാതാപിതാക്കന്മാർ അടുത്ത് സാധാരണ ചെയ്യുന്നത് അവരെത്രയും പെട്ടെന്ന് ആശുപത്രിയിൽ കൊണ്ടുപോവുകയും ഈ കുട്ടിയുടെ ശരിയായ നേച്ചർ മനസ്സിലാക്കി അത് ഓപ്പറേഷനിലൂടെ, വൈദ്യസഹായത്തിലൂടെ കുട്ടിയെ സഹായിക്കാൻ ശ്രമിക്കുകയും ചെയ്യും. അതാണ് കഴിഞ്ഞ അനേക വർഷങ്ങളായിട്ട് ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷേ ശ്രദ്ധിച്ചോണം, ഇത്തരക്കാർ, അത് അവരുടെ തെറ്റല്ല,
കുട്ടി ജനിക്കുമ്പോഴേ സംഭവിച്ചു പോകുന്നതാണല്ലോ, അവരുടെ തെറ്റല്ല. പക്ഷേ ഈ LGBTQ സമൂഹം എന്ത് ചെയ്യുന്നറിയാമോ? ഇവരെ പതുക്കെ പിടിച്ചങ്ങ് ഫ്രണ്ടിൽ നിർത്തിയിട്ട് കണ്ടില്ലേ ഞങ്ങൾക്ക് ജന്മനാ ഇങ്ങനെയാണ്, അതുകൊണ്ട് ഞങ്ങൾ വളരുമ്പോൾ ഞങ്ങൾ തീരുമാനിക്കും ഞങ്ങൾ എന്ത് ചെയ്യണമെന്ന്. ഞങ്ങൾ വളർന്ന് 10-15 വർഷം കഴിയുമ്പോൾ ഞങ്ങൾ ചിന്തിക്കാനുള്ള കഴിവ് ആകുമ്പോൾ ഞങ്ങൾ തീരുമാനിക്കും ഞങ്ങൾ ആൺകുട്ടിയാകണോ പെൺകുട്ടിയാകണോ എന്ന്. പക്ഷേ അതിനകത്തുള്ള ഒരു പ്രശ്നം എന്നുള്ളത്, ജന്മന ഇവിടെ ഒരു കൊച്ചു കുഞ്ഞിന് ജന്മന ചുണ്ടിൻ്റെ ആ ഭാഗത്ത് ചെറിയൊരു പ്രശ്നമുണ്ട്. നമ്മളപ്പോൾ ഈ കുട്ടിയെ ഏതെങ്കിലും പാരൻസ് തീരുമാനിക്കുമോ ഈ കുട്ടി വളർന്ന് 18 വയസ്സാകട്ടെ എന്നിട്ട് കുട്ടി തീരുമാനിക്കട്ടെ ഇങ്ങനെ വളരണോ അതോ ഓപ്പറേഷൻ ചെയ്യണമെന്ന്? അങ്ങനെ നമ്മൾ പറയുമോ? ഇല്ല. നമ്മൾ ഉടനെ ആ കുട്ടിയെ സഹായിക്കും. കണ്ടോ ബ്യൂട്ടിഫുൾ ആയിട്ട് വളരുന്നത്. അപ്പോൾ ഇവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഈ ജന്മന ഉണ്ടാകുന്ന ഒരിതാണിത്. അപ്പോൾ ഈ ജന്മന ഉണ്ടാകുന്ന ഈ പ്രശ്നത്തെ മാതാപിതാക്കന്മാർ സഹായിക്കാൻ ശ്രമിക്കും. പക്ഷേ ഇന്ത്യയിൽ തന്നെ ഇപ്പോൾ മദ്രാസ് കോടതിയിൽ ഇതുമായി ബന്ധപ്പെട്ട് ഒരു കേസ്, ചെന്നൈയിൽ ഒരു കേസ് കൊടുത്തിട്ട് പുതിയൊരു നിയമം വന്നിട്ടുണ്ട് ഇതുമായിട്ട് ബന്ധപ്പെട്ട്. അങ്ങനെ കുട്ടികൾ വളരുന്നത് അനുസരിച്ച് അവരെ അങ്ങ് വിട്ടേക്കണമെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അവർക്കതൊരു സപ്പോർട്ടായി. അപ്പോൾ യഥാർത്ഥത്തിൽ ഇവർ ചെയ്യുന്നത് ഈ കുട്ടികളോടുള്ള കുട്ടികളെ മുമ്പിൽ നിർത്തി അവർ വഞ്ചിക്കുകയാണ് കുട്ടികളെ. അപ്പോൾ നമ്മളെപ്പോഴും മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇവിടെ വേറൊരു ചിത്രം കാണിക്കാം. ഒരു കൊച്ചുകുട്ടി പല്ല് തേക്കും, കൊച്ചു കുഞ്ഞുങ്ങളറിയും പല്ല് തേക്കുമ്പോൾ കുട്ടികളിരുന്നങ്ങ് കരയും. നമ്മളൊക്കെ കരഞ്ഞിട്ടുണ്ടോ? ഏതെങ്കിലും ഈ സമൂഹക്കാർ വന്ന് പറയുമോ 18 വയസ്സ് വരെ കുട്ടി തീരുമാനിക്കട്ടെ പല്ല് തേക്കണോ വേണ്ടയോ എന്ന്? പല്ലിൻ്റെ ഈ ശാസ്ത്രമൊക്കെ പഠിപ്പിച്ച് അങ്ങനെ ആരെങ്കിലും ചെയ്യാറുണ്ടോ? ഇല്ല. അപ്പോൾ ചെറുപ്രായത്തിൽ തന്നെ ചിലത് നിർബന്ധമായിട്ട് ചെയ്താലേ പറ്റത്തുള്ളൂ. അതാണ് കുട്ടിയുടെ ഭാവി. നമ്മൾ നേഴ്സറി പോയപ്പോൾ കരയാത്ത ആരെങ്കിലും ഉണ്ടോ? ആദ്യത്തെ ഫസ്റ്റ് ഡേ നേഴ്സറി പോയപ്പോൾ നമ്മൾ ആ ജനലിൻ്റെ ഇടയിൽ കൂടെ ഇങ്ങനെ കരഞ്ഞ് മമ്മി കണ്ടില്ല മമ്മി പോകണമെന്ന് പറഞ്ഞിട്ട് ഉടനെ ഏതെങ്കിലും ഈ സാമൂഹിക പ്രതിബദ്ധതയുള്ള സ്നേഹമുള്ളവർ കുട്ടികളെ അങ്ങനെ നിർബന്ധിച്ച് സ്കൂളിൽ വിടണ്ട. സന്തോഷം, ഇവിടെ 10ാം ക്ലാസ് പരീക്ഷ എഴുതിയ നമ്മൾ അങ്ങനെ ഒരു നിയമം ഉണ്ടായിരുന്നെങ്കിലോ ആരും 10ാം ക്ലാസ്സിൽ പരീക്ഷ എഴുതേണ്ട കാര്യമൊന്നുമില്ല. പിന്നെ നിങ്ങൾക്ക് ഏത് പ്രായത്തിലാണോ തോന്നുന്നത് അപ്പോഴെഴുതിയാൽ മതി. 10ാം ക്ലാസ്സിൻ്റെ പരീക്ഷയുടെ ഗുണം എന്താണെന്ന് നിങ്ങൾ മനസ്സിലാക്കുന്ന അടുത്ത് +2 പോകുമ്പോഴാണ്. അപ്പോൾ നഴ്സറിയിൽ പോയതിൻ്റെ ഗുണം എന്താണെന്ന് ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി. അന്ന് നമുക്ക് ഭയങ്കര കരച്ചിലായിരുന്നു. അന്ന് നമ്മൾ പലവട്ടം പറഞ്ഞിട്ടുണ്ട് മമ്മിക്കും പപ്പയ്ക്കും ഒരു കുഴപ്പമില്ല, നിങ്ങൾ ഞങ്ങളെ സ്കൂളിലാക്കിയിട്ട് നിങ്ങൾ വീട്ടിൽ വന്നിരുന്ന് സുഖിച്ചിരിക്കുകയാണ്, ഞങ്ങളാണ് ഇരുന്ന് പഠിക്കേണ്ടത് അല്ലേ? അപ്പോൾ ചെറുപ്രായത്തിൽ തന്നെ ചില തീരുമാനങ്ങൾ നമ്മൾ എടുത്താലേ പറ്റത്തുള്ളൂ. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നതിൻ്റെ ആശയം എന്നുള്ളത് എന്താണ്, ലിംഗനിർണ്ണയം എന്നുള്ള ഒരു സംവിധാനം തന്നെ ഉണ്ട്. നമ്മളെല്ലാവരും പഠിക്കുന്ന ഒരു കാര്യമാണ്. 10ാം ക്ലാസ് മുതലേ തന്നെ അല്ലെങ്കിൽ +1 +2 കാലഘട്ടത്തിൽ തന്നെ നമ്മൾ പഠിക്കുന്ന ഒരു കാര്യമാണ് എംബ്രിയോളജി എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അവിടെ സംഭവിക്കുന്ന കാര്യം എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം. ഒരു കുട്ടി ജനിക്കുമ്പോൾ തന്നെ ആ ജനന സമയത്ത് തന്നെ കുട്ടി ആണാണോ പെണ്ണാണോ എന്ന് കൃത്യമായി ലിംഗനിർണ്ണയം നടന്നിരിക്കും. 100 ബില്യൺ ന്യൂറോൺസ് ആണ് നമ്മുടെ ശരീരത്തിൽ ഇങ്ങനെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിൽ ഓരോ ന്യൂറോൺസിൽ കൃത്യമായിട്ട് എഴുതി വെച്ചിട്ടുണ്ട് ഇത് ആണാണോ ഇത് പെണ്ണാണോ എന്ന് കൃത്യമായിട്ട് എഴുതി വെച്ചിട്ടുണ്ട്. ഒന്നും ചെയ്യാൻ പറ്റത്തില്ല ആർക്കും. അപ്പോൾ കൃത്യമായി ഇത് നിർണ്ണയിക്കപ്പെട്ടിട്ടുണ്ട് എന്നുള്ളത് നമ്മൾ ഓർത്തിരിക്കണം. പക്ഷേ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ എനിക്ക് ആൺകുട്ടിയായിട്ട് ജീവിക്കണം, എനിക്ക് പെൺകുട്ടിയായിട്ട് ജീവിക്കണം, ഇത്തരം ചിന്തകൾ തന്നെ അപകടത്തിലേക്ക് പോകുന്നതാണ് എന്നുള്ളതാണ് ഞാൻ പറഞ്ഞ് എൻ്റെ സമയം ഇവിടെ അവസാനിച്ചുകൊണ്ട് നിർത്താനായിട്ട് ആഗ്രഹിക്കുകയാണ്. അപ്പോൾ നിങ്ങളുടെ ചോദ്യങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ബോക്സിലേക്ക് ഇടാവുന്നതാണ്. ഞാൻ ഒരു പ്രധാനപ്പെട്ട കാര്യം പറഞ്ഞ് നിർത്തട്ടെ മക്കളെ. പുതിയ നിയമത്തിലും പഴയ നിയമത്തിലും നമ്മൾ എല്ലാം കൂടെ പരിശോധിച്ച് കഴിഞ്ഞാൽ ദൈവത്തിന് മൊത്തം എത്ര തെറ്റുകൾ പറ്റിയിട്ടുണ്ട്? ആലോചിച്ച് ഉത്തരം പറയണം. ഗേൾസ്, ഓക്കെ, ബോയ്സിനോട് പുതിയ നിയമം മാത്രം എടുത്താൽ ദൈവത്തിന് എണ്ണിയെടുത്താൽ ദൈവത്തിന് പറ്റിയിട്ടുള്ള എത്ര തെറ്റുകളുണ്ട്? ഏതാണ്ട് 66 പുസ്തകമുണ്ട്. അതിൽ പുതിയ നിയമത്തിൽ മാത്രം എത്ര തെറ്റുകൾ? 7. ഗേൾസ് പറയാം, അവർക്കറിയാം, അവർ എണ്ണി വച്ചിരിക്കുകയാണ്. മൊത്തം എത്ര തെറ്റുകൾ പറ്റിയിട്ടുണ്ടോ ദൈവത്തിന്? കണ്ടോ, കൃത്യമായിട്ട് അവർ പറഞ്ഞു 0. ദൈവത്തിന് ഒരു തെറ്റും പറ്റിയിട്ടില്ല. നമ്മളെ സൃഷ്ടിച്ചതിൽ നമ്മൾ ആൺകുട്ടിയായിട്ട് ജനിക്കണമെന്ന് സ്വർഗത്തിലെ ദൈവം തീരുമാനിച്ചു. വല്ല തെറ്റും പറ്റിയിട്ടുണ്ടോ? എങ്കിൽ ആൺകുട്ടിയായതിൽ അഭിമാനിക്കണം. ദൈവത്തിന് നിങ്ങളിലൂടെ അനേക കാര്യങ്ങൾ ചെയ്യാറുണ്ട്. ഇവരല്ലോ ഇസ്രായേൽ ഗ്രഹം പണിതെന്ന് പറഞ്ഞ് ദൈവം പറഞ്ഞിരിക്കുന്ന 2 സ്ത്രീകളെക്കുറിച്ചാണ്. നിങ്ങൾ അഭിമാനിക്കണം. നിങ്ങളെ കൊണ്ട് അനേക കാര്യങ്ങൾ ദൈവത്തിന് ചെയ്യിപ്പിക്കാറുണ്ട്. പക്ഷേ ആൺകുട്ടി പെൺകുട്ടിയാകാനും പെൺകുട്ടി ആൺകുട്ടിയാകാനുള്ള ആഗ്രഹം പോലും ദൈവത്തിൻ്റെ സർവ്വജ്ഞാനത്തിനെ ചോദ്യം ചെയ്യുന്നതിന് തുല്യമാണ്. അതുകൊണ്ട് ഇന്നൊരു തീരുമാനം എടുക്കണം. ദൈവമേ,
ഞാനിനി ആവശ്യമില്ലാത്ത ആഗ്രഹമൊന്നും നടത്തത്തില്ല, അത് നടക്കാൻ പോകുന്നില്ല. എന്നെ പെൺകുട്ടിയായിട്ട് ജനിപ്പിച്ചതിൽ, എന്നെ ആൺകുട്ടിയായിട്ട് ജനിപ്പിച്ചതിൽ ഞാൻ അഭിമാനിക്കുന്നു. ലെറ്റ്സ് ക്ലോസ് അവർ ഐസ് ആൻഡ് പ്രേ. സ്വർഗീയ പിതാവേ, ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. ഉലക സ്ഥാപനത്തിന് മുൻപേ ഞങ്ങൾ ആരായിട്ട് ഈ ഭൂമിയിൽ ആരുടെ മക്കളായിട്ട് ഏത് കാലഘട്ടത്തിൽ ജനിക്കണമെന്ന് അങ്ങ് തീരുമാനിച്ചല്ലോ. നന്ദിയോടെ സ്തോത്രം. ഞങ്ങളുടെ ശരീരത്തിൻ്റെ സകല നാഡീഞരമ്പുകളും അറിയുന്ന അങ്ങ്, ഞങ്ങൾ ഒരു പുരുഷനായി ഒരു സ്ത്രീയായി ഈ ഭൂമിയിൽ ജീവിച്ചാൽ എന്തെല്ലാം സാധ്യതകളുണ്ട് എന്ന് അവിടെ നിന്ന് മുന്നമേ അറിഞ്ഞു. അതിനായിട്ട് നന്ദിയോടെ സ്തോത്രം. ഞങ്ങളതിൽ അഭിമാനിച്ച് ദൈവത്തിൻ്റെ രാജ്യത്തിൻ്റെ വ്യാപ്തിക്ക് വേണ്ടി വളരെ ശ്രദ്ധയോടെ ജീവിപ്പാൻ ഞങ്ങളെ സഹായിക്കണമേ. ഇത്തരം ചിന്തകൾ ഞങ്ങളുടെ ജീവിതത്തിലേക്ക് വരുമ്പോൾ അത് പൈശാചിക ചിന്തകളാണെന്ന് മനസ്സിലാക്കി ദൈവവചനത്തോട് കൂറുള്ളവരായിരിക്കാൻ ഞങ്ങളെല്ലാവരെയും സഹായിക്കണം. പ്രാർത്ഥന കേൾക്കുന്നതിനായിട്ട് നന്ദി. യേശു കർത്താവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. താങ്ക് യു.